Hello, good evening. Assalamu alaikum. ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ മോഡിൽ വന്നാൽ നല്ലതായിരിക്കും. ബിക്കോസ് ഞാനിങ്ങനെ എവിടെയോ നോക്കി പറയുന്നതല്ലേ, നിങ്ങൾ എല്ലാരെയും കണ്ടു പറയുമ്പോ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കില്ലേ? സോ ഒരു 1 മിനിറ്റ് ടൈം വരാം, പെട്ടെന്ന് തന്നെ എല്ലാരും വീഡിയോ മോഡിൽ വരും. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കിയുള്ള ആൾക്കാരിങ്ങനെ വഴിയെ വീഡിയോ മോഡിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ. സോ ഇന്ന് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ വന്ന് നിൽക്കുന്ന ഒരു മൊമെന്റ് ആണ് അല്ലെ? എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആ ഒരു ലെവലില്. കാരണം ഇതിൽ മെജോറിറ്റി ആൾക്കാരും ടീം എന്താണോ, ടീമിനെ കുറിച്ചോ അറിയാത്ത ആൾക്കാരാണ്. സോ എക്സാക്ട്ലി എന്താണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഷെറിൻ, ടീം എം ജെ എമ്മിലെ മെന്റർ ആണ്. സോ എറൗണ്ട് ഒരു 2 ഇയറിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ, അതായത് മൈൻഡ് ട്രെയിനിങ്ങിന്റെ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നിങ്ങളിൽ ഒരുപാട് പേര് ഓരോരോ മേഖലകളിലായിരിക്കും. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോ നോർമലി ഒരു സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രം, ഇപ്പോഴത്തെ 8ാം ക്ലാസ്സിലെ കുട്ടികൾ, ഇങ്ങനെ വേർതിരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ സബ്ജക്ട് വൈസ് ആയിരിക്കും. സോ എവിടെയാണെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു സെഷനിൽ നിങ്ങൾ ആരാണെന്നുള്ളതല്ല, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ആവും. സ്റ്റുഡന്റ് ആവട്ടെ, ഹൗസ് വൈഫ് ആവട്ടെ, ലോഡിങ് അൺലോഡിങ് വർക്ക് എടുക്കുന്ന ആൾക്കാരാവട്ടെ, പ്രവാസികളാവട്ടെ, ഹൂഎവർ വാട്ട് എവർ, നിങ്ങൾക്ക് എല്ലാവർക്കും കംപ്ലീറ്റ്ലി ബെനിഫിറ്റ് ഉണ്ടാവുന്ന സെഷൻ ആയിരിക്കും ഇത്. ഇത്രയും കംഫർട്ടോടു കൂടി ഞാനിത് പറയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? സോ നമുക്ക് ഡയമണ്ട് മൈൻഡ് എന്നുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള പ്രോഗ്രാമിന്റെ മാസ്റ്റർ ക്ലാസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത്. സോ എനിക്ക് എല്ലാവരും ഈ ഒരു പാതയിലൂടെ കടന്നുപോയ ആൾക്കാരാണല്ലോ. ഞാനും ഈ ഒരു ഡയമണ്ട് മൈൻഡ് കഴിഞ്ഞിട്ട് തന്നെയാണ് മെന്റർ ആയത്. സോ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ ബിഫോർ ഡയമണ്ട് മൈൻഡ് എന്ന് പറയാനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ, ഒരു നൂല് പൊട്ടിയ പട്ടം എന്ന് പറയില്ലേ, ലൈഫ് വൈസ് എങ്ങോട്ടോ പോകുന്നു, എന്തിനോ പോകുന്നു, എന്തിനൊക്കെയോ വേണ്ടി പോകുന്നു. ഓക്കെ. ടീച്ചർ ആവണോ? ഓക്കെ ടീച്ചർ ആവാം. ഡോക്ടർ ആവണം? ഓക്കെ ഡോക്ടർ ആവാം.
ലൈക്ക് വൈസ് എന്താ വേണ്ടെന്ന് അറിയില്ല, ബട്ട് എല്ലാം വേണം. ഉമ്മ പറയുന്നത് എന്താണോ ഓക്കെ അങ്ങോട്ട്, ഉപ്പ പറയുന്നത് എന്താണോ ഓക്കെ അങ്ങോട്ട്. ഇനിയിപ്പോ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടിട്ടോ ചെയ്തു നോക്കുക ഓക്കെ അതൊന്നും നോക്കാലോ, ആ ഒരു വേലൊക്കെ. ഞാൻ ടീച്ചിങ് ഫീൽഡിൽ അറൗണ്ട് ഒരു 1 ഇയറോളം വർക്ക് ചെയ്ത ആളാണ്. പിന്നെ എനിക്ക് തോന്നി ഇത് എനിക്ക് പറ്റിയ പണിയല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് പോന്നു. പെട്ടെന്ന് തന്നെ സ്കൂട്ടായി. കാരണം എന്തിനാ വെറുതെ മക്കളെ ഭാവി നശിപ്പിക്കുന്നത്, അല്ലെ? കാരണം എല്ലാ ഫീൽഡിലും എല്ലാരും സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെ ഫീൽഡ് എന്താന്ന് കണ്ടുപിടിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടുന്ന ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ ആഫ്റ്റർ ഡയമണ്ട്മെന്റ്, ബിഫോർ ഡയമണ്ട്മെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ആഫ്റ്റർ ഡയമണ്ട്മെന്റ് ആണ് ഞാനത് ഒഴിവാക്കിയിട്ട് ഫീൽഡ് ഒന്ന് മാറ്റി പിടിച്ചത്. ടീച്ചർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാറ്റി എന്താക്കി, മെന്റർ ആക്കി. സോ എനിക്കുണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞാല് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മൊത്തത്തിലൊന്ന് മാറി. തിങ്കിങ് പാറ്റേണിൽ മാറ്റം വന്നു, ഫിസിക്കൽ അപ്പിയറൻസിന് മാറ്റം വന്നു, സ്പിരിച്വൽ ബേസിൽ മാറ്റം വന്നു. ഈവൻ ദോ ഞാൻ എന്നോട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടായി. കാരണം നമ്മൾ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യണം എന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഫസ്റ്റിൽ തന്നെ, നിങ്ങൾ സ്റ്റുഡന്റ് ആവട്ടെ, ടീച്ചർ ആവട്ടെ, ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് എന്താണ്, വർത്ത് ആണ്. നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എത്ര തന്നെ ആണെങ്കിലും എന്താണ്, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഞാൻ ഡയമണ്ട് മൈൻഡിലെ ഫസ്റ്റ് ബാച്ച് അറ്റൻഡ് ചെയ്ത ആളാണ്. സോ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഫീഡ്ബാക്കിലേക്ക് എടുക്കുകയാണ്. സോ നമ്മളെ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഇവിടെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ഞാൻ അവർ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടുത്തി തരാം. ആൻഡ് ഓൾസോ അവർ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ഫസ്റ്റിലെ പറഞ്ഞല്ലോ, ഓരോരുത്തർ ഓരോ ഫീൽഡിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം എല്ലാവർക്കും ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മളിപ്പോ ഒരു പ്രവാസിയാണെങ്കിൽ പ്രവാസത്തിന് മുന്നേ ഒരു പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു ലൈഫ് അവർക്ക് ഉണ്ടാവും. ആഫ്റ്റർ പ്രവാസം ഒരു ഒതുങ്ങി കൂടി വീട്ടുകാരെ കാര്യങ്ങള്, അതേപോലെ ചെലവ് കാര്യങ്ങള്, ലോണ്, അത് ഇത് മറ്റേ മറിച്ച് ഇങ്ങനെ പോയിട്ട് ബാധ്യതകളുടെ ഒരു കഥ അവർക്ക് വേറെ പറയാനുണ്ടാവും. സോ ഇതൊക്കെ മാറി നമ്മളിലേക്ക് എത്താനുള്ള ഒരു സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞു. ബട്ട് എങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ട് എന്ത് ചെയ്താൽ മതി, വെറുതെ കേട്ടാൽ മതി. വെറുതെ കേട്ടാൽ തന്നെ എന്ത് ചെയ്യും, ഭയങ്കര മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ചില കാര്യങ്ങൾക്ക് നമ്മൾ വെറുതെ ഒന്ന് ഇരുന്നു കൊടുത്താൽ മതി. നമ്മൾ പറയില്ലേ, ഈ റമദാനൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും നന്നാവും. ആരും പറഞ്ഞിട്ടൊന്നല്ല, റമദാന വരുന്നത്, ആ മാസത്തിനൊന്ന് റെസ്പെക്ട് ചെയ്യാം. ലൈക്ക് വൈസ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇരുന്നു കൊടുത്താൽ മതി. ബാക്കിയൊക്കെ എന്താവും, ആയിക്കോളും. ഒന്നും ആക്കണ്ട, എല്ലാം ആയിക്കോളും. ഓക്കെ, അപ്പൊ ഫീഡ്ബാക്ക് സെഷനിലേക്ക് എടുക്കുക. വൺസ് മോർ ഞാൻ പറയാണ്, എല്ലാവരും വീഡിയോ മോഡിൽ അപ്പിയർ ചെയ്യുക. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആരെയും കാണാതെ ഒരു റേഡിയോ തുറന്നു വെച്ച മാതിരി പറയുന്നതിലും ഏറ്റവും ബ്യൂട്ടിഫുൾ എന്തായിരിക്കും, നമ്മൾ നമ്മളെ തന്നെ കണ്ട് സംസാരിക്കുമ്പോൾ. നിങ്ങളെല്ലാവരും നിങ്ങളെ നോക്കി സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്നോട് സംസാരിക്കുമ്പോൾ എന്താണ്, ഞാൻ മറ്റൊരു വ്യക്തിയാണ്, പുറത്തുള്ള ഒരാളോട് സംസാരിക്കുക. ബട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ എന്താണ്, അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോ നെക്സ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ തേർഡ് ബാച്ചിലുള്ള റുക്യ മാമിനെ വിളിക്കുകയാണ്. ഓക്കെ, സോ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാം ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിനു ശേഷം ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റിയും ഒക്കെ പുറത്ത് കാണിച്ച ഒരാളാണ്. സോ ഏതൊരു കാര്യത്തിനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാം തന്നെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടെന്നാണ്. സോ ജസ്റ്റ് ഞാനൊരു വൺ വേർഡിൽ ഒതുക്കുകയാണ്. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, മാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഓവർ ടു യു മാം.
മാം ഓഡിബിൾ അല്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഇപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയേ. ഒന്നും കൂടെ ഒന്ന് അൺമ്യൂട്ട് ആയി, പെട്ടെന്ന് തന്നെ മ്യൂട്ടായി. ഒന്നും കൂടെ ചെയ്ത് നോക്കൂ. റെഡി. സന്തോഷം. അസ്സലാമു അലൈക്കും. ഞാന് ഈ കോഴ്സിന് വരുന്നതിന് മുമ്പ് ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. കുറെ ഓരോ ഡിപ്രഷൻ, ആൻസൈറ്റി അങ്ങനെയുള്ള കുറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫാമിലിയില് അങ്ങനെ അത്തരം ഒരു ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് ബാധിച്ച ആളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ ഈ 5 ദിവസത്തെ ഈ കോഴ്സിന് ശേഷം ആ സമയത്ത് എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ വളരെ അധികം എൻ്റെ ഡിഫറെന്റ് ആണ്. അതായത് നിസ്കാരത്തിന്റെ കാര്യത്തിലാവട്ടെ, നോമ്പിന്റെ കാര്യത്തിലാവട്ടെ, സക്കാത്ത് അങ്ങനെയല്ല ദീനീപരമായ കാര്യങ്ങൾ കുറെ പഠിച്ചെങ്കിലും അതിന്നൊക്കെ കുറെ ബേക്കടിച്ച് പോയൊരു വ്യക്തിയായിരുന്നു ഞാൻ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ. പിന്നീട് ഈ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് 2ാമത്തെ ദിവസം തൊട്ട് എനിക്ക് വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും വലിയ മാറ്റങ്ങളായിരുന്നു. നിസ്കാരത്തിലൊക്കെ വല്ലാത്തൊരു എന്താ ഒരു ഭയങ്കര തെക്കുവ. അതുപോലെ നോമ്പിന്റെ കാര്യത്തിലാവട്ടെ, നോമ്പൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ നോമ്പെടുക്കുന്ന ഓപ്പണായിട്ട് പറയാണ്, എല്ലാവരും അങ്ങനെ പറഞ്ഞോളണമെന്നില്ല. പക്ഷെ നോമ്പിന്റെ കാര്യമൊക്കെ ഒരു അത്ര സീരിയസ് ആയിട്ട് കണ്ടൊരു ആളല്ലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ നോമ്പൊക്കെ ഫുള്ള് എടുത്ത്, പിന്നെ അത് കഴിഞ്ഞ് 6 നോമ്പ് എടുത്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലെത്തി. സക്കാത്തും എല്ലാ കാര്യങ്ങളും വളരെ ഞാൻ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചതല്ല. ശരിക്കും ഇത്ര ആത്മീയമായിട്ടുള്ള ഒരു കോഴ്സ് ആകും എന്നുള്ളത്. കാരണം ഞാൻ അതിനു മുമ്പ് കുറെ കോഴ്സുകൾ പല ഇതിലേക്കും ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എവിടെയാണ് എൻ്റെ ഒരു ലൈഫ് വിജയിക്കുക എന്ന് വെച്ചിട്ട് ഞാൻ കുറെ ഓടി നടന്നതാ. പക്ഷെ എൻ്റെ ഞാൻ ഈ ഒരു ഇതിലെത്തിപ്പെട്ടു. ഇനി എനിക്ക് ഇതിലേറെ വലിയൊരു വേറൊരു കോഴ്സ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതിൽ ഞാൻ അങ്ങോളം അങ്ങോട്ട് എത്തണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം എനിക്കുണ്ട്. അള്ളാഹ് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ എന്താ പറയാനുള്ളത്? ഫീസിന്റെ കാര്യം ഒന്നും പറയാനില്ല. 5000 രൂപ ഒന്നുമല്ല, 50 തന്നാലും ഇത് മതിയാവൂല. അത്രയും ബെനിഫിറ്റില്ല, നമ്മളെ ആത്മീയായിട്ട് നമ്മളെ അടുപ്പിക്കുന്ന ഒരു പാതയായതുകൊണ്ട് ഇതിന് ഫീസ് ഒന്നും അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഓരോ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രവർത്തനത്തിൽ മോനെ നോക്കുന്ന കാര്യത്തിൽ, അവന് ഫുഡ് ഉണ്ടാക്കുക, അവന് ഫുഡ് കൊടുക്കുക, ആ കാര്യത്തിലൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയായിരുന്നു നേരത്തെ. പക്ഷെ അതെല്ലാം എനിക്ക് ഈ ഒരു കോഴ്സിലൂടെ സാധിച്ചെടുക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് പറഞ്ഞാൽ മതിയാവാത്ത അത്രയും ഒരു ഇതുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനാവട്ടെ, എൻ്റെ പിന്നെ നൈബറ്, അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഇവരോടൊക്കെ എനിക്ക് വേണ്ട രീതിയിൽ പിന്നെ ഇടപെടാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വലിയൊരു നേട്ടം തന്നെയാണ്. പിന്നെ ഞാൻ ഈ കോഴ്സിന് വന്നതിന് ശേഷം 2 പേരെ പിന്നെ ഞാൻ നിസ്കാരത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇതിലിപ്പോ പിന്നെ ആളുകളെ കൊണ്ടുവരണല്ലോ എന്ന് വിചാരിച്ച ആ നിസ്കരിക്കണീന്റെ അടിയിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഈ വ്യക്തികളോടൊക്കെ പറയണം എന്നുള്ളത് നിസ്കാരത്തിനുള്ളില്. അത് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, അവരെ അറ്റൻഡ് ചെയ്തു. പിന്നെ ഒരു വ്യക്തി ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ഏതായാലും എനിക്ക് ഇത്രയൊന്നും പറഞ്ഞാൽ മതിയാവില്ല. പക്ഷെ വേറെയും ആളുകൾക്ക് ഇതിൽ പറയാനുണ്ടല്ലോ, എല്ലാരും പറയട്ടെ. ഇനിയും സമയം സന്ദർഭമൊക്കെ വരും, അപ്പോൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്തി പറയാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
സോ റുക്കിയ മാമിനെ പറ്റി പറയുകയാണെങ്കിൽ, മാം സ്റ്റാർട്ടിങ്ങിൽ വന്ന സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് പറഞ്ഞ കാര്യമാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. മാം ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യാണ്, എനിക്ക് നോമ്പെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇത് മാറാൻ എന്റെ വഴിയുണ്ടോ? സത്യം പറഞ്ഞാൽ മാമിന് തന്നെ അറിയാം ഇതിന്റെ സൊല്യൂഷൻ എന്താന്നുള്ളത്. ബട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ കയ്യിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ പറയില്ലേ, പനി വന്നാൽ പാരസെറ്റമോൾ കുടിച്ചാൽ മതി എന്ന് പറയും, അല്ലെ ഡോളോ കുടിച്ചാൽ മതി പറയും. ഇത് രണ്ടും കയ്യിൽ വെച്ചിട്ട് എനിക്ക് പനിയാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? രണ്ട് മെഡിസിനും ഉണ്ട്. ഡോളോ ആണെങ്കിൽ ഡോളോ ഉണ്ട്, പാരസെറ്റമോൾ ആണെങ്കിൽ പാരസെറ്റമോൾ ഉണ്ട്. കയ്യിൽ മുറുക്കി പിടിച്ചിടും. ഇതെന്ത് ചെയ്യണം? ഇത് കഴിച്ചാലേ എന്ത് മാറുള്ളൂ? പനി മാറുള്ളൂ. സോ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു ഒരു ഡിസിഷനിലേക്ക് അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു മോന്റെ കാര്യം. മോനൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, അവന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാരണങ്ങൾ. സോ അതിലും നല്ലൊരു പ്രോഗ്രസ് തന്നെ ഉണ്ടായി. കാരണം മാം തന്നെ ആ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു പ്രോബ്ലം കൊണ്ട് വന്നിട്ട് നമ്മളെടുത്ത് അതിന്റെ സൊല്യൂഷനും കൊണ്ട് പോവാന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കും എന്ത് ചെയ്യല്ല, സൊല്യൂഷൻ കൊടുക്കല്ല, സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള വേ ആണ് കൊടുക്കുന്നത്. സോ അത് മാം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാമിന്റെ ലൈഫിൽ അത്രയും വലിയൊരു ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. നമുക്ക് അറിയാം എല്ലാവർക്കും ടൈമിന്റെ പ്രോബ്ലം ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഹാദിയാണ്. അതായത് നമ്മളെ കൂടെ തന്നെ മെന്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സോ ഓവർ ടു യു ഡിയർ. ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ പേര് ഹദിയ. ഞാൻ ബികോം സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇതിൽ ടീമിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് ഇവിടെ എൻ്റെ കോളേജിൽ വന്ന് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇങ്ങനെ വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്നും ഇങ്ങനെ ചെയ്യണ പോലെ. അപ്പൊ എന്തേലും എനിക്ക് ഇന്നേലൊരു ട്രാൻസ്ഫോർമേഷൻ വേണം വിചാരിച്ച് അങ്ങനെ കണക്ട് ചെയ്ത് ഇതായി. അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്തത്. ഇപ്പൊ ഞാനിപ്പോ ടീമിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ കുറെ മാറ്റങ്ങൾ വന്നിട്ട്, എക്സ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് ജേണൽ എന്താന്ന് എനിക്ക് അറിയില്ല ഇനി. അപ്പോ ഇതിൽ വന്ന് ഞാൻ അതിലത്തെ ഒരു ഇതാണ് ജേണല് വരുന്നത്. അപ്പൊ ജേണൽ എഴുതാൻ തുടങ്ങിയ ശേഷം ലൈക്ക് എനിക്ക് എന്റെ കുറെ മിസ്റ്റേക്ക് ഇങ്ങനെ ക്ലിയർ ചെയ്യാനും കുറച്ച് ഇന്നലെ തന്നെ എനിക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫൈഡ് ആവാനും ഇങ്ങനെ തുടങ്ങി. പിന്നെന്താ, എനിക്ക് ഇപ്പം തന്നെ ഇങ്ങനെ മൈക്ക് ഓൺ ആക്കി സംസാരിക്കാനും ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ ഒരു സെഷനിൽ ക്യാമറ ഓൺ ആക്കി ഇരിക്കാറുള്ള ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും ഒരു ഉള്ളിലൊരു ഇതുണ്ടല്ലോ, ഒരു ധൈര്യം, അതൊക്കെ എനിക്ക് ഇതിൽ വന്നതിന്റെ ശേഷമാണ് കിട്ടിയത്. പിന്നെന്താ, എന്റെ തിങ്കിങ് പണ്ടൊക്കെ എനിക്ക് പറ്റൂല, അങ്ങനൊക്കെ ചെറിയ കാര്യമായാൽ പോലും എനിക്ക് പറ്റൂല എന്നൊക്കെ. അപ്പൊ എന്റെ തിങ്കിങ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ എന്താ, ഫിയർ, ഇങ്ങനെ സംസാരിക്കാനുള്ള ഫിയർ മാറ്റി. അങ്ങനെ കുറെ ഇമ്പ്രൂവ്മെന്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്പിരിച്വലി കുറച്ചുകൂടി ഉണ്ടായിരുന്നത്, പക്ഷെ കുറച്ചുകൂടി മച്ച് ബെറ്റർ ആക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്കിപ്പോ ഇതിൽ കിട്ടിയ ഒരു ഇത്. സോ താങ്ക് യു. ഓക്കെ ആദ്യ, ഓൾറെഡി ആൾക്കും കറന്റ് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറെ ഫിയർ കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്ത എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മളെല്ലാവരും മൈൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമായി വന്നിട്ടുണ്ട്. സോ അതിൽ പെട്ടെന്നായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ആക്ച്വലി ആദ്യനെ പറ്റി പറയുകയാണെങ്കിൽ ആള് ബാക്കിയുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ്. ഒരാളെ കയ്യിൽ കൊടുത്താൽ അയാൾ ചെയ്യൂല എന്ന് പറഞ്ഞ കാര്യം മോട്ടിവേറ്റ് ചെയ്ത് ചെയ്തു കൊടുക്കാനുള്ള കപ്പാസിറ്റിയും കാപ്പബിലിറ്റിയും ഉള്ളതാണ് ആദ്യം. ബട്ട് ആളുടെ കേസിൽ വരുന്ന സമയത്ത് അതെന്തായിരുന്നു, ചെറിയൊരു മൈനസ് ആയി വന്നിരുന്നു. ബട്ട് ഒരു പ്രോബ്ലം ഇല്ല, ആളുടെ ഉള്ളിലുള്ള സ്കില്ല് മറ്റുള്ളവരിലൂടെ പുറത്തെടുപ്പിച്ചു. അത് മാറ്റി ഇപ്പൊ എന്ത് ചെയ്തു, സ്വന്തം ആ സ്കില്ല് തെരഞ്ഞെടുത്ത് ആ ഒരു ഫീൽഡിൽ ഇപ്പൊ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സോ എനിവേ, നമുക്ക് നെക്സ്റ്റ് ആളിലേക്ക് പോവാം. ഓക്കെ, ഓവർ ടു യു, സോറ.
ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഹാദിയ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങള് ഒപ്പരാണ് പഠിക്കുന്നത്. ഞങ്ങള് കോളേജില്. അപ്പൊ ഞങ്ങളെ ഒപ്പര പഠിക്കുന്ന ഒരു കുട്ടീന്റെ ബ്രദറാണ് ഞങ്ങളെ മെന്റർ. പോലെ വൈഫാണ് ഇത്. അപ്പം പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഇതിലേക്ക് എത്തിവിടുന്നത്. പിന്നെന്താ വെച്ചാല് കൊറേ ആദ്യം എന്ന് പറഞ്ഞാല് എത്തിപ്പെട്ടതിന് ശേഷം കുറെ മാറ്റങ്ങൾ ഉണ്ടായാണ്. പക്ഷെ അതിലേക്ക് എടുത്ത് പറയാനുള്ളത് ഇപ്പോഴും ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യം എന്താ വെച്ചാല്, ഞാൻ ആദ്യം എന്ന് പറഞ്ഞാല് ഒക്കെ ഇപ്പൊ നെഗറ്റീവായി എടുക്കണേ. ഇപ്പൊ എന്ത് സംഭവിച്ചാലും എന്താ പഠിച്ചോനെ അങ്ങനെ എന്തെങ്ങനെ ചെയ്ത് എന്താ ഫുൾ നെഗറ്റീവ് ആയിട്ട് ചിന്തിച്ചു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്ത് നെഗറ്റീവ് കാര്യം എന്റെ ലൈഫിൽ നടന്നാലും അതൊരു പോസിറ്റീവിനാണ്. ആ ഒരു തിങ്ക് ഉള്ളോട്ട് വന്നാണ്. അത് ആദ്യേ അത് പഠിച്ചോണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിനി ഞങ്ങളെ ഈ മെന്റേഴ്സിന്. അപ്പൊ അവിടെ ഞങ്ങൾ ആ ഒരു ഇത് അവിടെ വെച്ചില്ല. അപ്പോഴും ഞങ്ങൾ ആ ഗ്യാപ്പിലും എനിക്ക് ആ തോട്ടുണ്ട്, നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് ചിന്തിക്കാന്നുള്ള ഒരിത് എനിക്ക് ഇതിന്നാണ് കിട്ടിയത്. പിന്നെ കുറെ ഉണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. എത്രന്നെ. താങ്ക് യു. ഓക്കെ. ആളും ഓൾറെഡി ഈ ഒരു ബാക്ക്വേർഡ് അടിക്കുന്ന ആളാണ്. പെട്ടെന്ന് തന്നെ ഒരു കാര്യത്തിൽ എത്തും, പക്ഷെ അത് കേറൂല, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ബട്ട് നല്ല പ്രോഗ്രസ് ആള് സ്വയം കൊണ്ടുവരുന്നിട്ടുണ്ട്. കാരണം സംസാരത്തിലാണെങ്കിലും സംസാരിക്കാൻ അങ്ങനെ കംപ്ലീറ്റ്ലി സംസാരിക്കില്ല, കുറച്ച് ഇതിൽ. ബട്ട് ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര പ്രോഗ്രസ് ആണ് ആൾക്ക് ഉണ്ടായത്. സോ നെക്സ്റ്റ് ഷിഹാബ് സർ ഇവിടെ ഉണ്ടോ? സംസാരിക്കാൻ വേണ്ടി ഓക്കെ ആണോ? ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും. എന്തെല്ലാം എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഇനി നേരത്തെ പങ്കെടുക്കുന്നതിന്റെ സെക്ഷൻ ആയിരുന്നു, പക്ഷെ വൈകിപ്പോയി ചില കാരണത്താൽ. ഇപ്പൊ എത്തിയുള്ളൂ റൂമിൽ. പിന്നെ വേറെന്തെല്ലാം വിശേഷങ്ങളൊക്കെ? മാഷാ അല്ലാ, ഒരുപാട് നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ഇന്ന് ഗ്രൂപ്പില്. പ്രത്യേകിച്ച് മുസ്തഫാക്കനെ കണ്ടു ഒരൊറ്റ വരെ ആ വണ്ടി ഓട്ടി വരുന്ന സമയത്ത്. പിന്നെ റുക്കിയ മാം, അതുപോലെ റഫി, അറിയുന്ന ഒത്തിരി പേരുണ്ട് മാഷാ അല്ലാ. അങ്ങനെ ക്യാത്തിലേക്ക് അടക്കം NGM എന്ന പ്രോഗ്രാമിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു സെക്ഷൻ തന്നെയാണ്. ഞാൻ ഏറെക്കുറെ ആളുകളോടൊക്കെ ഇപ്പം റുക്കിയ മാമിന് അറിയാൻ പറ്റിയോ, അതുപോലെ തന്നെ റഫി, അതുപോലെ തന്നെ മറ്റ് ഷെരീബ്രോ ഉണ്ടായിരുന്നു ഇല്ലേ കുറച്ച് മുന്നേ റിയാദിലുള്ള. അവരിപ്പം വീഡിയോ മോഡിലല്ല. കേൾക്കുന്നുണ്ടോ പറയുന്നേ? ഓക്കെ. അത് വിഷയത്തിലേക്ക് അടക്കം കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, എൻ്റെ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് ഈ മെന്റൽ സെക്ഷനിൽ കയറിയതിനു ശേഷം. എനിക്കൊരു പൊതുവെ കുറച്ച് ബിസിയിലാണ്. ബിസി എന്ന് പറഞ്ഞാൽ എൻ്റെതായ ആശുപത്രി ഓടിച്ചാടി നടക്കുന്ന ഒരാളാണ്. പക്ഷെ അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് തികച്ചും ഞാൻ ഈ കോഴ്സിൽ നിന്ന് എനിക്ക് നേടിയെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന കേസ് തന്നെയാണ്, എന്തെങ്കിലും നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ആദ്യം ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഒരു വർഷമായിട്ടുള്ളൂ ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ഓർമ്മയിൽ. എങ്കിലും ഞാൻ ഈ ഒരു റമദാൻ മാസം ഇതിന് കുറച്ച് ബാക്കോട്ടായിരുന്നു. കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അഫർമേഷൻ, അതുപോലെ തന്നെ ഹാപ്പിനെസ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. പക്ഷെ അതിന് മാത്രമേ എനിക്ക് ബാക്കോട്ട് നിൽക്കാൻ പറ്റില്ല, ഒരു ബിസി ആയ മാതിരി തോന്നും. ഇന്ന് രാവിലെ പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം അതിന് ശേഷം അപ്പം എനിക്ക് ഇതിന്നൊക്കെ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നിയന്ത്രിക്കാൻ ഈ ടൂൾസിന് ശരിക്കും കഴിയുന്നുണ്ട്. നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ പ്രോഗ്രാമിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് എത്രത്തോളം കിട്ടുന്നെങ്കിൽ തോന്നുന്നില്ല. പക്ഷെ ഇവർ തരുന്ന ടൂൾസ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ MGM-നെ പല പ്രാവശ്യം എൻ്റെ മനസ്സിൽ കൊണ്ടെടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവർ തരുന്ന ടൂൾസ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കാരണം അതിന് ശരിക്കുള്ള തെളിവാണ് ഞാൻ. കാരണം നീട്ടിവെക്കുന്ന രീതി അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പലരോടും പറയുന്നതാണ്, എൻ്റെ മക്കളോട് അടക്കം പറയുന്നതാണ്. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പണ്ടൊക്കെ നീട്ടി വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതിന് ശരിക്കും മാറിയിട്ടുണ്ട്. ഈയിടെയായിട്ട് ഈ റംസാനിൽ പറ്റാത്ത എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഓരോ പ്രശ്നങ്ങൾ. പക്ഷെ അതിൽ ഞാൻ കുറച്ച് ബാക്കോട്ടായിരുന്നെങ്കിലും തുടർന്ന് പിന്നെ അതിലും ഉഷാറായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം വെച്ചാൽ ഇന്നിപ്പോ ഈ മീറ്റിന്റെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം
ഇതിലും വലിയൊരു മീറ്റിംഗ് എനിക്കിന്ന് അവിടെ ഷോപ്പിലുണ്ടായിരുന്നു, സ്പോൺസർ ആയിട്ട്. ഞാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, എങ്കിലും ഇതിൽ കയറുന്നുള്ള അത്രയും ആഗ്രഹത്തോടു കൂടി വണ്ടി എടുത്തു, ഇവിടെ വന്ന് റൂമിൽ വന്നിരുന്നു, നേരെ അറ്റൻഡ് ചെയ്തു. കാരണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നിടത്താണ്, എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വേറെ ഇപ്പൊ എന്താണ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ ഇതില്. പിന്നെ പിന്നെ ഇതിനെ പറ്റി ആരെങ്കിലും ഒക്കെ എന്താ പറയാ, എന്താകും എന്ന് അങ്ങനെ സംശയിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഈ കോഴ്സ് ചേരുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇതില് ഇവരെത്ര എമൗണ്ട് ഇട്ട് എനിക്ക് ഓർമ്മയില്ല, എന്തായി കഴിഞ്ഞാൽ ഇനിയിപ്പോ എത്ര തന്നെ ഇട്ട് കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിന് ശരിക്കും മാറ്റിമറിക്കാതെ എനിക്ക് ഉപയോഗിക്കണം. നമ്മളിപ്പോ ഒരു നല്ലൊരു ഐഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് കാര്യമല്ല. അപ്പം അവർ തരുന്ന ടൂൾസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ അതിനോട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. മുസ്തഫാക്ക, അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം. ഞാൻ വണ്ടി ഓടിച്ച് വരുമ്പോൾ നിങ്ങളെ ഫേസാ കണ്ടത്, അതോടുകൂടി ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറില്ല, വസാറിന്റെ വലങ്കൈയാണ്. പിന്നെ അതുപോലെ പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുള്ളത് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ വെപ്രാളം പൊടിച്ച് വന്ന കാരണത്താലാണ്. കാരണം ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു മണിക്കൂറെങ്കിലും ലൈവായിട്ട് സൂമിലൂടെ സംസാരിച്ചാല് തീരുള്ളൂ. കാരണം കുറഞ്ഞ സമയത്താണ് എനിക്ക് മാസ്റ്ററായി സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ, ഇത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവർ തന്ന ടൂൾസിന്റെ ബെനിഫിറ്റ് ഭയങ്കരമാണ്. ഒന്നാമത് ഈ അവർ തരുന്ന ഈ അഫർമേഷന്, മെഡിറ്റേഷനൊക്കെ ഫസ്റ്റിലേക്ക് നമ്മൾ തോന്നും എന്തിനാണ് ഇതൊക്കെ. പക്ഷെ അത് ശരിക്കും നമ്മൾ ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ലോകത്തേക്ക് തന്നെ മാറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തും. ഈയിടെയായിട്ട് ഈ മുസ്തഫാക്ക് അറിയാം, ഞാൻ ഓരോ പ്രോഗ്രാമിലൊക്കെ എന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കമന്റ് പറയുന്ന ആളാണ്. കാരണം വീഡിയോ പോലും എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. സ്വന്തമായിട്ടൊരു സെൽഫി, ഇപ്പൊ റഫി നമ്മളെ ബന്ധപ്പെട്ട എന്റെ പെങ്ങളോട്ടെ അവൾക്കറിയാം, ഒരു ഗ്രൂപ്പിലൂടെ ഒരു വോയിസുമായിട്ടൊന്നും വരാത്ത ആളാണ്. ഇപ്പം ഒരു വോയിസ് ആയിട്ട് അതല്ലെങ്കിൽ ഒരു ഫാമിലി മീറ്റ് ചെയ്യാനെങ്കിലൊക്കെ ഉഷാറായി സംസാരിക്കാന്നുള്ള ഒരു കഴിവ് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഇവരോടൊക്കെ പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ ആരും എന്റെ കൈയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിൽ ജോയിൻ ചേരണം. ഈയിടെയായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഒരാൾ സംസാരിച്ച് എനിക്ക്, അപ്പൊ ഞാൻ തന്നെ അവരെ വീട്ടിൽ ചെറിയ ഇഷ്യൂസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കൊടുക്കാൻ നെറ്റും മരുന്ന് ഇതാന്ന് പറഞ്ഞ് അവർക്ക് നമ്പറും കാര്യം കൊടുത്തു. ഞാൻ ഇപ്പൊ റുക്യമേന ഇതിലുണ്ടോന്ന് അറിയില്ല, റുക്യമേനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ. പിന്നെ ഇനി ഒരാൾക്ക് എത്ര അനുവദിച്ച സമയം എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഒരുപാട് കാര്യം സംസാരിച്ചു, വളരെയേറെ സന്തോഷം. ഈ ഫീഡ്ബാക്ക് ഇൻഷാല്ലാ ഞാൻ വീഡിയോ അയച്ചിട്ട് വീഡിയോയിൽ പിന്നീട് വരട്ടെ. പിന്നെ എനിക്ക് പിന്നെയും പറയാനുള്ളതെന്ന് വെച്ചാല്, ഒന്നുകൂടെ എല്ലാവർക്കും കൂടെ പറയാനുള്ളത്, നമ്മുടെ നീട്ടിവെക്കുന്ന രീതി മാറ്റിക്കഴിഞ്ഞാൽ ഈ സെക്ഷനിലേക്ക് നമ്മൾ ഒരാൾ ഇതിക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ബെനിഫിറ്റ് മാറ്റങ്ങൾ അവരിൽ കൊണ്ടുവരുന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ ഇതിൽ ജോയിൻ ചെയ്താൽ അവർക്കും ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഷിയാക്ക, ആള് ഓൾറെഡി മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് 1 year ആയി നമ്മളെ കൂടെ എന്ന് പറഞ്ഞിട്ട്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ റമദാനിലാണ് ആള് നമ്മളെ കൂടെ കൂടിയത്. സോ അതിനുശേഷം ആൾക്കുണ്ടായ കുറേ പ്രോബ്ലംസിന് ആള് തന്നെ സൊല്യൂഷൻ കണ്ടെത്തിയതില്ല. കാരണം ആള് വിദേശത്താണ്. സോ അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ആളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളടുത്ത് പറഞ്ഞത്, പ്രശ്നമല്ല, അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ റെഡിയാവും. ലൈക്ക് എന്ത് വന്നാലും ആ ഒരു പോസിറ്റീവ്നെസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഷിയാക്ക. കംപ്ലീറ്റ്ലി എല്ലായിടത്തും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട്. നമ്മൾ പറയും ഏതൊരു സ്ഥലത്ത് പോവാണെങ്കിലും അവിടത്തെ സോളായിട്ട് മാറണം, അവിടുത്തെ ആത്മാവായിട്ട് മാറണം എന്ന്. ശരിക്കും അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഷിയാക്ക എന്നുള്ളത്. ആൻഡ് ഓൾസോ നമ്മളെ ടൂൾസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്തൊരു വ്യക്തിയും കൂടെയാണ് ഷിയാക്ക. കാരണം ഏതൊരു കാര്യത്തിനും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും, അതായത് ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. ബട്ട് ഷിയാക്കക്ക് ഒന്നും കൂടെ പരിഗണന കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഷിയാക്ക 1 year ആയി നമ്മളെ കൂടെ കൂട്ടിയിട്ട്. സോ അത്രയും ടൈം, അത്രയും ലോങ് ടൈമില് സ്റ്റിൽ ഇപ്പോഴും പറഞ്ഞു ഇന്ന് രാവിലെയും ടൂൾസ് ചെയ്തിട്ടാണ് വർക്കിന് പോകുന്നത്. ശരിക്കും ആളെന്ന് പറഞ്ഞാല് നല്ല ബിസി ഷെഡ്യൂളാണ്. നല്ല ബിസി എന്ന് പറഞ്ഞാല് രാവിലെ എണീച്ച ഉടനെ വർക്കിന് പോകണം, രാത്രി കിടക്കാനേ പിന്നെ തിരിച്ചെത്തുള്ളൂ, അത്രയും തിരക്കുള്ള ആളാണ്. ബട്ട് അതിന്റെ ഇടയിൽ പോലും കൊടുത്തിട്ടുള്ള ടൂൾസ് അന്നും ഇന്നും ഒരേപോലെ ആ ഒരു ക്യൂരിയോസിറ്റിയോടെ യൂസ് ചെയ്ത ഒരാളാണ് ഷിയാക്ക. സോ ഹാറ്റ്സ് ഓഫ് യു. റിയലി ഭയങ്കര നമ്മളെ ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ജന മാം ഇവിടെ ഉണ്ടോ? ഓക്കെ, മുഖ്യമാൻ പറഞ്ഞോ?
അല്ല റുക്കിയ മാം പറഞ്ഞു കഴിഞ്ഞോന്ന് കഴിഞ്ഞോ? ഞാൻ കേട്ടില്ല. ഓക്കെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാനിപ്പോ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്. മീൻസ് ആത്മീയ കാര്യം ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാല് വളരെ മാറ്റമുണ്ട്. ഇപ്പോ നേരത്തെ പോലെയല്ല. ഒരുപാട് അതിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഡിലേ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഭയങ്കര സമയത്തിന് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഇപ്പൊ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞ പോലെ അതേപോലെ തന്നെയാണല്ലോ മറ്റുള്ളവരും. അപ്പൊ മറ്റുള്ളവരിൽ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് അവരോട് ക്ഷമിക്കാനും എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ കേൾക്കാനും അത് അവരെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ മടി എന്ന് പറയുന്ന സംഭവം എന്നിലും ഉണ്ടായിരുന്നു ഒരുപാട്. അതായത് നേരത്തെ മറ്റേ സാറ് പറഞ്ഞ പോലെ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, കുറച്ച് കേട്ടല്ലെങ്കിൽ നാളെ അതൊക്കെ മാറ്റി ഇപ്പോ ചെയ്യേണ്ടത് അതാത് സമയത്ത് ചെയ്യുന്നു. പിന്നെ ആരോട് എന്ത് സംസാരിക്കുന്നു അതൊക്കെ ഒരു പേടിയില്ലാതെ മറ്റേത് ഒരു ചമ്മല് പേടി. ഇപ്പൊ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല ഞാൻ. ഇങ്ങനെ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ ഒരുപാട് മാറി. ഇപ്പൊ ആ ഒരു ചമ്മലോ പേടിയോ ഒന്നുമില്ല. എന്ത് വന്നാലും ഓക്കെ. അതുപോലെ ഇപ്പൊ എന്തൊരു ഇഷ്യൂ വന്നാൽ പോലും ഓക്കെ. ഒരു നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും പിടിക്കും അതിൽ നിന്നൊരു നമുക്കതിൽ നിന്ന് ഇതാവാനായിട്ട്. ഇപ്പൊ അങ്ങനെയില്ല. 5 മിനിറ്റ് പോലും ഇല്ല. അപ്പൊ തന്നെ മൈൻഡ് സ്ട്രോങ് ആക്കാൻ നോക്കും. അതെല്ലാം ശരിയാവും. ആ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. എന്താ പറയാ, പെട്ടെന്ന് പറയുമ്പോണ്ടല്ലോ നമ്മളിലുള്ള മാറ്റങ്ങളായതുകൊണ്ട് ഇത്ര സ്പീഡിൽ പറഞ്ഞു. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. കുറെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ചിന്താഗതികൾ തന്നെ ഒരുപാട് മാറി. നല്ല മാറ്റമുണ്ട് ചിന്താഗതികൾക്ക്. എന്ത് കാര്യത്തിലാണെങ്കിലും നല്ല മാറ്റമുണ്ട്. അതെനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ജന്ന മാം. സോ ജന്ന മാമിനെ പറ്റി പറയുകയാണെങ്കിൽ ആളും ഇതേപോലെ കുറെ കൺഫ്യൂഷൻസും കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന്, ഇങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ തോട്ട്സോട് വന്നാണ്. ബട്ട് വന്ന് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ തന്നൊരു വ്യക്തി കൂടെയാണ്. സോ ഏതൊരു കാര്യത്തിനാണെങ്കിലും മാം തന്നെ പറഞ്ഞല്ലോ, സെൽഫായിട്ട് മാം നന്നായിട്ട് മനസ്സിലാക്കി. അത് കൂടുതൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ ഈ സെൽഫ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ എന്ത് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം എല്ലാരും എന്താണ്, ഹൃദയം എന്ന് പറയുന്ന ചെറിയ പാർട്ട് വെച്ച് കണക്റ്റഡ് ആണ്. സോ അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ജന്ന മാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതില് നിങ്ങൾക്ക് ഇപ്പോ ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് കേട്ടിട്ടുണ്ടാവും. സോ ഇത് അറ്റൻഡ് ചെയ്യാത്ത കുറെ ആൾക്കാർ ഇതിലുണ്ട്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം ഒന്നുമില്ല, ഇതൊക്കെയാണ്. അതായത് എല്ലാം ആണ്. ഓരോരുത്തർക്ക് കിട്ടുന്നത് എന്താണ്, ഞാൻ എന്ത് വിചാരിച്ചാണോ വരുന്നത് അതേ എനിക്ക് കിട്ടുള്ളൂ. കാരണം നമ്മള് എപ്പോഴും മാസ്റ്റർ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഞാനൊരു ബിരിയാണി വെച്ചു, നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു കവറും കൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ ആ കവറിൽ മാത്രമേ എനിക്ക് ബിരിയാണി തരാൻ പറ്റുള്ളൂ. ഇനി അതല്ല, നിങ്ങളൊരു ചെമ്പും കൊണ്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ചെമ്പില് നിറയെ എന്ത് ചെയ്യാൻ പറ്റും, ബിരിയാണി തരാൻ പറ്റും. ഇനി ഒന്നുമില്ലാതെ വന്നാല് ഒരു വാ തരാനേ പറ്റുള്ളൂ. ഒരു കയ്യില് ഒരല്പം എടുത്തിട്ട് വായിൽ വെച്ച് തരാൻ മാത്രമേ പറ്റുള്ളൂ. സോ വരുന്ന ആൾക്കാര് വരുന്നതിന് ഓൾവേസ് വെൽക്കം. ആൻഡ് ഓൾസോ വരുമ്പോ കാലി കപ്പായിട്ട് വരും, ഒന്നും ഇല്ലാതെ വരും. സോ നിങ്ങൾക്ക് നിറച്ചിട്ട് കുറെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ ഓക്കെ, അപ്പൊ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. എന്റെ കർത്തവ്യം കഴിഞ്ഞു. ഇനി നിങ്ങളെ ടൈമാണ്. ബി ഇൻ വീഡിയോ മോഡ്. പിന്നെ ഞാനിത് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് അത്രയും ബെനഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് വീഡിയോ മോഡ് റിപ്പീറ്റഡ്ലി പറയുന്നത്. കാരണം നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, ഇത് അറ്റൻഡ് ചെയ്ത ആൾക്കാർ വരിയായിട്ട് വീഡിയോ മോഡിലുണ്ട്. കാരണം ഇവർക്ക് അറിയാം വീഡിയോ മോഡിൽ ഇരുന്നും ഇരിക്കാതെയും കേൾക്കുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ്. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം, പെട്ടെന്ന് ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് വേറെ എന്തൊക്കെ എന്നുള്ള രീതിയിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, ഇതൊരു സുഖമല്ലല്ലോ കേൾക്കാൻ, ആ ഒരു ലെവലിൽ പോകും. സോ എല്ലാവരും വീഡിയോ മോഡിൽ വരിക. സോ മാസ്റ്ററെ പറ്റി ഞാൻ അധികം പറയുന്നില്ല. ആളൊരു 2 ഇയർ ആയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. ആൻഡ് ഓൾസോ ദുബായിൽ വെച്ചായിരുന്നു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് വളരെ തകൃതിയായിട്ട് ട്രെയിനിങ് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഓഫ്ലൈനും ഓൺലൈനും പേഴ്സണൽ മെന്ററിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴും സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്.
So once more, welcome to this session. Okay, out to you. Hello everyone. Good evening. ഓക്കെ സോ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി ഞാനൊരു സെഷൻ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഡയമണ്ട് മൈൻഡ് എന്താണ്, ഡയമണ്ട് മൈൻഡിന്റെ എന്താ പറയാ, അതിന് ഞാൻ എന്താ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെ ടീം എന്താണ് കൊടുക്കുന്നതെന്നൊന്നും ഇനി ഞാൻ പറയണമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടത് റിസൾട്ടാണ് അല്ലെ. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മളൊക്കെ പോകുന്നത്, നമുക്കൊക്കെ വേണ്ടത് റിസൾട്ടാണ്. അപ്പൊ ഈ റിസൾട്ടിന്റെ ട്രൂ ആയിട്ടുള്ള സംഗതികളാണ് നിങ്ങളിപ്പോ ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഞാനൊരു സെഷൻ എടുത്തിട്ട് ഡയമണ്ട് മൈൻഡ് അങ്ങനെയാണ്, ഡയമണ്ട് മൈൻഡിൽ ഇങ്ങനെയാണ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടെ ശ്രദ്ധിച്ചൊരു സംഗതി, മീൻസ് ഒരു സംഗതി ശ്രദ്ധിച്ചു. ഇപ്പം ഞാനിങ്ങനെ നോട്ട് ചെയ്യായിരുന്നു, ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബാച്ച് മുതൽ ലാസ്റ്റ് 6th ബാച്ച് വരെയുള്ള ആളുകൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ ആളുകളും ഡിഫറെന്റ് ക്രൈറ്റീരിയ ഉള്ള ആളുകളാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മെന്റർ ശരി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ആരാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഇരുന്നാൽ മതി. ഓക്കെ, നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിലും, നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിലും, നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെങ്കിലും ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമുക്ക് ഇവിടെ വന്ന് ഫീഡ്ബാക്ക് പറഞ്ഞ ഓരോരുത്തരും ഡിഫറെന്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ലൈഫിൽ ഡിഫറെന്റ് പൊസിഷൻസ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ബിസിനസ്മാൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ ഹൗസ് വൈഫ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാ ഏരിയാസിലുള്ള ആളുകളുണ്ട്. ആൻഡ് ഇവിടെ നടന്നിട്ടുള്ള ഒരു മിറാക്കിൾ എന്താ അറിയോ, ഒരു വലിയൊരു മിറാക്കിൾ എന്താന്ന് വെച്ചാല്, ഞാന് എന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ടീം MJM എന്നുള്ളൊരു ചെറിയൊരു ടീം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് ഡയമണ്ട് മൈൻഡ് എന്നുള്ളത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ബാച്ചിലും ഡിസ്കസ് ചെയ്യുന്ന സെയിം കാര്യങ്ങളാണ്, എല്ലാവർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സെയിം വിസ്ഡംസ് ആണ്, സെയിം അറിവുകളാണ്. എന്നാൽ ഡിഫറെന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഓരോരുത്തരും പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവരിങ്ങനെ ഓരോരുത്തർ പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിച്ച മെന്റർ ഷെറിൻ ഉൾപ്പെടെ അവസാനം സംസാരിച്ച ജന്ന മാം വരെ, ഇപ്പം ഷെറിൻ പറഞ്ഞു എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു, അതിലൊക്കെ ഒരുപാട് ക്ലാരിറ്റി കിട്ടി, തിങ്കിങ് പാറ്റേണിൽ ഒരുപാട് കാര്യങ്ങൾ മാറി എന്ന് പറയുന്നു. നമ്മളെ റുക്കിയ ടീച്ചർ പറയുന്നു സ്പിരിച്വലി നല്ല പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് വലിയൊരു മാറ്റമാണ്. കാരണം നമ്മൾ ഈ സ്പിരിച്വൽ സംഗതികളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ എലമെന്റ് മിസ്സിംഗ് ഉണ്ടാവും. ആ എലമെന്റും കൂടി ഫില്ല് ചെയ്താൽ എന്താവും, അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് വലിയ കാറൊക്കെ നമ്മളെ കയ്യിലുണ്ട്, അതിൽ കയറി ഇരിക്കാനും പറ്റുന്നുണ്ട്, പക്ഷെ സ്റ്റാർട്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ, അതിലൊരു ചെറിയൊരു കീ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് അല്ലെ, ഒരു ചാവി. ആ കീ ഇട്ടിട്ട് സ്റ്റാർട്ട് ആക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് ആ കാർ ഡ്രൈവ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഏരിയാസിൽ പോവാം, നമുക്ക് ട്രിപ്പ് പോവാം, നമുക്കത് വെച്ചിട്ട് നമ്മുടെ ഉപജീവനം കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ബട്ട് എന്ത് വേണം, കീ വേണം. ഇതുപോലെയാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ നമ്മളെ മാതാപിതാക്കളും നമ്മളെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് ഒരു കീ എലമെന്റ്, നമ്മളെ മൈൻഡ് എന്ന കീ എലമെന്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മളെ സെൽഫ് അവയർനെസ്സിനെ പറ്റിയിട്ട്. അപ്പം അത് കിട്ടുന്ന സമയത്ത് നമ്മൾ റുക്കിയ ടീച്ചർ പറയുന്നു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു, ഇതുവരെ ഞാൻ ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു, നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്നൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ആ സെൽഫിൽ ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ഇതുവരെ ചെയ്തു വന്നതിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ നമ്മളെ മെന്റർ ആയിട്ടുള്ള ഹാരിയ ഇപ്പൊ പറയുന്നു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അവരിപ്പോ ചെയ്യുന്ന വർക്കും ഇത് തന്നെയാണ്.
ഇതുപോലത്തെ ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളൊരു വർക്കാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ കൂടെയുള്ള ഓരോ മെന്റേഴ്സും ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദി സെയിം ടൈമിൽ നമ്മളെ കുറിച്ച് വീണ്ടും വീണ്ടും പഠിച്ച് നമ്മളെ കുറിച്ച് പഠിച്ച് നമ്മളെ പോളിഷ് ചെയ്ത് പോവുക എന്നുള്ളൊരു ഏരിയ എന്ത് ചെയ്യുന്നുണ്ട് അവര് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ അടുത്തേക്ക് വന്ന സമയത്ത് അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് എങ്ങനെ, എന്റെ കോൺഫിഡൻസ് നല്ലപോലെ ബൂസ്റ്റ് ആയി, അല്ലെ, എന്റെ കോൺഫിഡൻസ്, എന്റെ കമ്മ്യൂണിക്കേഷൻ സെറ്റായി. അതാ ഞാൻ ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതികൾ. എന്റെ നെഗറ്റീവ് തിങ്കിങ് മാറി എന്ന് പറയുന്നത് സുഹറ പറഞ്ഞ എക്സ്പീരിയൻസിൽ പറയുന്നത്, എന്റെ നെഗറ്റീവ് തിങ്കിങ് മാറി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേണിലേക്ക് എനിക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പറയും ടീമിന്റെ ഐക്കോണിക് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഡയമണ്ട് മൈൻഡ്. നമ്മുടെ ടീമിൽ ഇപ്പൊ നമ്മളെടുത്ത് നിന്നിട്ട് ഒരു കൗൺസിലിങ്ങിനോ എന്തിനു വരികയാണെങ്കിലും നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് എന്താ, ഡയമണ്ട് മൈൻഡ് അറ്റൻഡ് ചെയ്തോളൂ, നിങ്ങൾക്ക് അതിലുള്ള സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ പ്രശ്നം എന്താണെന്ന് ഇങ്ങോട്ട് പറയേ വേണ്ട, ഡയമണ്ട് മൈൻഡ് അറ്റൻഡ് ചെയ്തോളൂ, സൊല്യൂഷൻ അതിലുണ്ട് എന്നാ പറയാറ്. അപ്പൊ നമ്മുടെ ടീമിന്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഡയമണ്ട് മൈൻഡ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ കൂടെയുള്ള ആളുകളിലുള്ള ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ആര്, ഷിഹാബ് സാർ എന്നുള്ളത്. കാരണം നമ്മളെ ടീമിലെത്തിയിട്ടുള്ള ഒരുപാട് ആളുകളും ടീമിനെ കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നതും ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അറിയുന്നതും ഒക്കെ ആരും മുഖാന്തരമാണ്, ഷിഹാബ് സാർ ത്രൂ ആണെന്നുള്ളതാണ്. നമ്മൾ പറയാറില്ലേ, നമ്മള് വെളിച്ചം, നിങ്ങൾ വൈറ്റ് എന്നുള്ള കളറിന്റെ പ്രത്യേകത അറിയില്ല, വൈറ്റും ബ്ലാക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ബ്ലാക്ക് കളർ എന്താണ്, സൂര്യനിൽ വരുന്ന എല്ലാ രശ്മികളും അതെന്ത് ചെയ്യും, പിടിച്ചു വെക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബ്ലാക്ക് ആയിട്ട് കാണുന്നത്, ബ്ലാക്ക് കളർ. എന്നാൽ വൈറ്റ് കളറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലേക്ക് വരുന്ന എല്ലാ സൂര്യരശ്മികളും എല്ലാ വെളിച്ചത്തിനും എന്ത് ചെയ്യും, എല്ലാ കളേഴ്സിനും അത് റിഫ്ലക്ട് ചെയ്യും, തിരിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അത് വൈറ്റ് ആയിട്ട് തോന്നുന്നത്. ഇൻ ദ സെയിം വേ നമുക്ക് കിട്ടുന്ന നല്ല അറിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടണം, ബാക്കിയുള്ള ആളുകൾക്കും കൂടി അത് ഷെയർ ചെയ്യുന്ന ഒരു വേ ഓഫ് മെത്തേഡ് ഞാൻ കണ്ടിട്ടുള്ള ആളുകളിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ആര്, ഷിഹാബ് സാർ. ആൻഡ് ഓൾസോ നമ്മുടെ കൂട്ടത്തിലുള്ള റുക്കിയ ടീച്ചർ ത്രൂ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്, നമ്മളെ കൂടെയുള്ള ജന്ന മാം, അതുപോലെ തന്നെ നമ്മൾ മെന്റേഴ്സ്. ഇപ്പം ഓരോരുത്തരും ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും പറയുന്നുണ്ട് ഇത് അവർക്കും കിട്ടണം ഇവർക്കും കിട്ടണം എന്നുള്ള ഒരു കൺസെപ്റ്റ്. ആൻഡ് ഷിഹാബ് സാറെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആള് മെയിൻലി ആളൊരു ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആളൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്, നമ്മൾ പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ ചെയ്യും, നോ മോർ, ഒന്നുമില്ല. എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത് നേരത്തെ മെന്റർ ഷെറിയും ഡിസ്കസ് ചെയ്ത പോലെ എല്ലാവർക്കും സെയിം ബിരിയാണി അവിടെ കൊടുക്കുന്നത്, ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാവർക്കും സെയിം ബിരിയാണി. ബട്ട് ഡിഫറെന്റ് ആയിട്ട് അവിടെ ചെയ്യുന്ന സംഗതി എന്താ വെച്ചാൽ കറക്റ്റ് നമ്മൾ പറഞ്ഞ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ പറയാറില്ലേ, നിങ്ങൾ മരുന്ന് കുടിക്കുന്ന സമയത്ത് ഡോക്ടർ നിങ്ങൾക്ക് പ്രിഫർ ചെയ്ത് തരും 1 വീതം 3 നേരം, പറയാറില്ലേ, 1 വീതം 3 നേരം, രാവിലെ 1, ഉച്ചക്ക് 1, രാത്രി 1, ഭക്ഷണത്തിന് ശേഷം ഭക്ഷണത്തിന് മുമ്പ്, ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. ഇതൊന്നും നോക്കാതെ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടൊരു 8 10 ഗുളിക കുടിച്ചു, ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു 10 വീണ്ടും കുടിച്ചു. ഇതല്ല, ഒരു വേ ഓഫ് പാറ്റേണിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമുക്ക് അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. ആ പാറ്റേണിൽ പോയിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ആര്, ഷിഹാബ് സാർ എന്നുള്ളത്. ഇപ്പം നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്ത് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ചെറിയൊരു മീറ്റിംഗിലാണ്, ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മീറ്റിംഗ് ആരായിട്ടാണ് നോക്കുന്ന സമയത്ത് അവരുടെ കഫീൽ, അതായത് ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ആളെ കഫീലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മീറ്റിംഗിൽ ഉണ്ടായിരുന്നത്. അപ്പം ആ മീറ്റിംഗിൽ നിന്ന് ഈ മീറ്റിംഗിലേക്ക് ആൾ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സംതിങ്, എന്തോ ഒരു എലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നത്തിങ് ബട്ട് നമ്മളെ സോളിനെ, നമ്മളെ എന്താ പറയാ, യഥാർത്ഥ സോളിനെ നെറിഷ് ചെയ്യുന്ന രീതിയിൽ, ഒരു ചെറിയ വെളിച്ചം നൽകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഗതി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രൊക്കാസിനേഷനെ പറ്റിയിട്ട് അത് മാറ്റാൻ പറ്റി, പിന്നെ സെൽഫിനെ പറ്റിയിട്ടുള്ള ഒരുപാട് സംഗതികൾ മനസ്സിലാക്കാൻ പറ്റി, നീട്ടി വെക്കുക എന്ന് പറയുന്ന ഒരു സംഗതി കുറെ അനലൈസ് ചെയ്യാൻ പറ്റി. ഈ നീട്ടി വെക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ പൊതുവെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ നമുക്കൊരു ഡിസീസ് ഉണ്ട്, ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസിലുള്ള ഒരു ഡിസീസാണ് ക്യാൻസർ എന്നുള്ളത്. ഈ ക്യാൻസറിനൊക്കെ നമ്മൾ നീട്ടി വെക്കുക എന്ന് പറയുന്നത്, നീട്ടി വെക്കുന്നതനുസരിച്ച് എന്താണ്, അത് വീണ്ടും പല പല ഭാഗങ്ങളിലേക്ക് പോയി നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, അത് നമ്മളൊരു എൻഡിലേക്കൊക്കെ എത്തിക്കുന്നതാണ്. ഇൻ ദ സെയിം വേ നമ്മളെ മൈൻഡിന് വരുന്ന ചെറിയ ടൈപ്പ് ഓഫ് ക്യാൻസറുകൾ, നമ്മുടെ റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളിൽ വരുന്ന ചെറിയ ടൈപ്പ് ഓഫ് എന്താ പറയാ ക്യാൻസറുകൾ, നമ്മളെ തിങ്കിങ് പാറ്റേണിൽ, നമ്മളെ തോട്ട്സിൽ വരുന്ന ചെറിയ ടൈപ്പ് ഓഫ് ക്യാൻസറുകൾ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. അത് നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, അടുത്ത മാസം ആവട്ടെ, നെക്സ്റ്റ് ബാച്ച് ആവട്ടെ, ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നതോടും കൂടി എന്താണ് അവിടെ വളരാനുള്ള തിങ്കിങ് പാറ്റേൺസിൽ ഇപ്പൊ നമ്മൾ പറയും, ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബേസിക്കലി അല്ലെങ്കിൽ ഇതിന്റെ
ബേസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ബ്രെയിനിൽ ഫുള്ള് ന്യൂറോൺസ് ആണ്. അപ്പൊ ഇതിന് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവും. ആ ന്യൂറൽ നെറ്റ്വർക്ക് വീണ്ടും 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 നമ്മളിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഹാബിറ്റിൽ, ആ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെ പോണ സമയത്ത്. അപ്പം അത് എത്രത്തോളം നമ്മൾ അതിൽ പോകണം അത്രത്തോളം സ്ട്രോങ് ആവും. പിന്നീട് അത് പൊളിക്കാനും അത്രത്തോളം ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയാറില്ല, ഒരു ഹാബിറ്റ് നമ്മൾ ഒരു തവണ ചെയ്യുമ്പോൾ എന്താണ്, ഒരു ബിൽഡിങ്ങിൽ ഒരു കട്ട വെക്കുന്ന പോലെയാണ്. രണ്ടാമത്തെ കട്ട വെച്ച്, മൂന്നാമത്തെ കട്ട വെച്ച് ഒരു ബിൽഡിംഗ് ആയാലും പിന്നെ അത് തകർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ വെച്ച ഒരു ഈസിനെസ്സിൽ എന്ത് ചെയ്യില്ല, നമുക്ക് അത് പൊളിച്ചടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. ഇൻ ദ സെയിം വേ നമ്മളെ ഓരോ ഹാബിറ്റ്സും നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ നെഗ്ലക്ട് ചെയ്ത് പോയാൽ അറ്റ് ദി എൻഡിൽ ഒരു പക്ഷേ അത് നമുക്ക് പൊളിക്കാൻ എന്തായിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷിഹാബ് സാറ് ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ജന്ന മാം നമ്മളെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ പറയുന്നുണ്ട്, എനിക്ക് കിട്ടേണ്ട ഒരു സംഗതി കിട്ടിയിട്ടുണ്ട്, ദാറ്റ്സ് ഇനഫ്. ആൻഡ് നമ്മൾ റോക്കി ടീച്ചർ പറഞ്ഞു സെക്കൻഡ് ഡേയിൽ എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഓരോരുത്തരും ഓരോ വേല് ഓരോ അവരേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നത് കാണാറുണ്ട്. ഈ സമയത്തൊക്കെ ഞാനും എൻ്റെ ടീമിലുള്ള ആളുകളും ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, കാരണം നമ്മൾ പറയാറുണ്ട് ഒരു ഡയമണ്ട് മൈൻഡ് എങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന സംഗതി ഉണ്ട്, ഭൂമിയിൽ ഉദിച്ചു നിൽക്കുന്നത് ഒരൊറ്റ സൂര്യനേ ഉള്ളൂ, ഒറ്റ സൂര്യനേ ഉള്ളൂ. ഈ ഒറ്റ സൂര്യൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പല കാര്യങ്ങളായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട് അല്ലെ. സൂര്യന്റെ താപം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സൂര്യന്റെ താപം എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മരങ്ങൾ ഭക്ഷണം പാകം ചെയ്തിട്ട് അത് നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. നമുക്ക് സൂര്യന്റെ താപം ആവശ്യമാണ്, വിറ്റാമിൻ ഡി അല്ലെങ്കിൽ നല്ല എന്താ പറയാ പോഷക ഒക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൂര്യന്റെ പ്രകാശം ആവശ്യം. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയയിൽ ചൂടാവട്ടെ തണുപ്പാവട്ടെ ഇതൊക്കെ നൽകുന്നത് എന്താണ്, സൂര്യനാണ്. ഒരൊറ്റ സൂര്യനെ കൊണ്ട് ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻ ദ സെയിം വേ ചില സംഗതികൾ എന്താണ്, ഒന്നു മതി നമുക്ക് എന്താണ്, അത് വെച്ചിട്ട് മുഴുവൻ നമ്മളെ ലൈഫിലെ എല്ലാ ഏരിയാസിലും എന്ത് ചെയ്യും, അത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്തിനാണ് ഇന്നിവിടെ ഫീഡ്ബാക്ക് പറഞ്ഞ ഓരോരുത്തരെയും എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചാല്, ദേ ആർ ഓൾ, അവരെല്ലാവരും എന്താണ്, നമ്മുടെ ടീമിന് ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. ഓക്കെ, കാരണം അവർ പലരും പല തിരക്കിലും, ഇപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ്, മാരേജ് ഉള്ളവരുണ്ട്, പല പല ഏരിയാസിൽ പല പല ബിസി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി അവരിവിടെ വന്നിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവരിൽ നമുക്കത് കാണാൻ പറ്റണം, അല്ലെങ്കിൽ അത് നമുക്കും കൂടി ഒരു ബെനിഫിഷ്യൽ ആവട്ടെ എന്നുള്ള രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വെളിച്ചം അവർക്കും കൂടി കിട്ടട്ടെ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കുറച്ചൊന്ന് നമുക്ക് നമ്മുടെ ഡയമണ്ട് മൈൻഡ് എന്നുള്ള ഒരു ഏരിയ ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഡയമണ്ട് മൈൻഡിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോറി നമ്മൾ എല്ലാ സെഷൻസും പൊതുവേ നമ്മൾ സ്റ്റോറി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റോറി പൊതുവേ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും സ്റ്റോറീസ് ഇഷ്ടമാണ് അല്ലെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേ എന്നുള്ളത് അത് സ്റ്റോറിയാണ്, കഥകളാണ്. അപ്പം ഇന്നത്തെ കഥയിൽ നമ്മളൊരു കഥാപാത്രമായിട്ടുള്ളത് ഒരു കർഷകനാണ്. ഓക്കെ, ഈ കർഷകനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫുമായിട്ട് നല്ലപോലെ കണക്ട് ചെയ്യാം. അപ്പം കർഷകന് നമ്മൾ ഈ പ്രവാസികളൊക്കെ കാര്യം പറയുന്ന പോലെ രാവിലെ ഇറങ്ങി വർക്ക് ചെയ്യുന്നു, രാത്രി തിരിച്ച് റൂമിലെത്തുന്നു, അഗെയിൻ വർക്ക് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് കർഷകന്റെ ഒരു റൊട്ടീൻസ് കാര്യങ്ങളൊക്കെ പോകുന്നത്. കർഷകന്റെ വീട് നല്ല അടിപൊളി വീടാട്ടോ, നല്ല വീട് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ വീടിന്റെ ബാക്ക് സൈഡിൽ ഒരു നല്ലൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു വീടാണ് ആയത്, നമ്മളെ കർഷകന്റെ. അങ്ങനെ ഈ കർഷകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ലൈഫൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് കർഷകനോട് വന്നിട്ട് ഒരാൾ പറയുകയാണെന്ത്, ഒരുപാട് വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന കർഷകനാണ്. ഇപ്പൊ കർഷകനോട് പറയാണ്, നമ്മൾ ഇതുവരെ അറിയാത്ത ഒരു സംഭവം ഉണ്ട് പട്ടണത്തിൽ, നമ്മൾ ഇതുവരെ അറിയാത്ത ഒരു സംഭവം പട്ടണത്തിലുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇറ്റ്സ് കോൾഡ് ഡയമണ്ട്, വജ്രം. ഈ ഡയമണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറിയൊരു കഷ്ണം, ഇത്ര ചെറിയൊരു കഷ്ണം ഡയമണ്ട് നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ലൈഫ് ലോങ് എന്ത് ചെയ്യേണ്ട, വർക്ക് ചെയ്യേണ്ട, പണിയെടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. കാരണം എന്താ വെച്ചാൽ അത്രയും വാല്യൂ ആയിട്ടുള്ള അത്രയും വേർത്ത് ആയിട്ടുള്ള സംഗതിയാണ് എന്ത്, ഈ ഡയമണ്ട് എന്നുള്ളത്. ഇത് കേട്ടോടുകൂടി കർഷകൻ എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു ആഗ്രഹം ജനിക്കുകയാണ്, എനിക്ക് ഡയമണ്ട് വേണം.
എനിക്ക് ഡയമണ്ട് കിട്ടിയിട്ട് ഞാനിപ്പോ ചെയ്യുന്ന ഈ ജോലികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒന്ന് വിശ്രമിക്കണം, ഒന്ന് റെസ്റ്റ് എടുത്ത് മുന്നോട്ടുള്ള ജീവിതത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. കേട്ട പാതി പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്യാണ് കർഷകന് ഈ ഡയമണ്ട്സ് ഒക്കെ ഉണ്ട്, കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. പക്ഷെ അതിന് ഒരുപാട് ക്യാഷ് വേണം, ഒരുപാട് പണം വേണം. അപ്പം കർഷകൻ എന്ത് ചെയ്യാണ്, തന്റെ കയ്യിലുള്ള വീടും പറമ്പും സ്ഥലവും ഒക്കെ വിൽക്കുകയാണ്. ഒക്കെ വിറ്റിട്ട് എന്ത് ചെയ്യാണ്, ആ ഡയമണ്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധ്യതയുള്ള ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിലേക്ക് പോവാണ്. അങ്ങനെ ആ ഏരിയയിലേക്ക് പോയിട്ട് കർഷകൻ അവിടെ കിളച്ച് നോക്കുകയാണ്, ഇവിടെ എവിടെയാണ് ഡയമണ്ട് എവിടെ നോക്കിയിട്ട് അങ്ങനെ ആഴ്ചകൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു. ഇത്ര വർഷമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കർഷകന് ആ ഒരു ഡയമണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. അതോടുകൂടി എന്ത് ചെയ്യാണ്, കയ്യിലുള്ള ക്യാഷ് മുഴുവൻ കഴിഞ്ഞു, ആകെപ്പാടുള്ള വീട് വിറ്റു, സ്ഥലം വിറ്റു. ഇതോടുകൂടി കർഷകൻ എന്ത് ചെയ്യാണ്, ആകെ പാപ്പരാകുകയാണ്. അവസാനം കർഷകൻ ഗത്യന്തരമില്ലാതെ മരണത്തിന് കീഴടങ്ങാണ്. എന്ത് ചെയ്യാണ്, ആത്മഹത്യ ചെയ്യാണ്. കാരണം ഇനി ആൾക്ക് വേറെ വഴിയൊന്നുമില്ല, കയ്യിലുള്ളതെല്ലാം വിറ്റു പെറുക്കിയിട്ടാണ് പോയത്. ഈ ഒരു മോഡിലാണ് കർഷകന്റെ ഒരു എൻഡ് വരുന്നത്. ബട്ട് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മളെല്ലാ കഥയിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു ചെറിയൊരു ടേണിംഗ് പോയിന്റ്. ഈ ടേണിംഗ് പോയിന്റ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ, കർഷകൻ വിറ്റ വീട് വാങ്ങുന്നത് ആരാണ്, ഒരു സൂപ്പർ ബ്രില്യന്റ് ആയിട്ടുള്ള മെന്റലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ആളെന്ത് ചെയ്യാണ്, കർഷകന്റെ വീടൊക്കെ നിന്ന് ഇങ്ങനെ പരിശോധിച്ചു, വീട് വാങ്ങിയതിന് ശേഷം മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ കർഷകന്റെ വീടിന്റെ നേരെ ബാക്ക് സൈഡിലൂടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ അരുവിയുടെ തീരത്തുള്ള ഓരോ കല്ലുകളും എന്താണ്, വജ്രങ്ങളാണ്, അല്ലെങ്കിൽ ഡയമണ്ട്സ് ആണെന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, തന്റെ വീടിന്റെ ബാക്ക് സൈഡിലുള്ള അല്ലെങ്കിൽ ഒഴുകുന്ന അരുവിയുടെ തൊട്ടടുത്തുള്ള ഡയമണ്ട്സ് തേടിയിട്ട് കർഷകൻ എന്ത് ചെയ്തു, ഒരുപാട് ദൂരെ പോയിട്ട് അവിടെ എന്ത് ചെയ്തു, ഇല്ലാതായി. എന്നാല് അതൊന്നും അറിയാതെ വന്നിട്ടുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കീ ഉപയോഗിക്കാൻ അറിയുന്ന ആൾ എന്ത് ചെയ്യാണ്, അത് പെട്ടെന്ന് പിക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് ലൈഫിൽ സക്സസ് ആവുകയാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്നത്തെ ഡേയിൽ ഇവിടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള മെജോറിറ്റി ആളുകൾ പറഞ്ഞൊരു സംഭവമുണ്ട്, എൻ്റെ തിങ്കിങ് പാറ്റേണുകൾ എനിക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി, എൻ്റെ സെൽഫിന് എന്നെ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നുള്ളത്. കർഷകന്റെ വീടിനെ പറ്റിയിട്ടായിരുന്നു കർഷകൻ ആദ്യം പഠിക്കേണ്ടത്, അല്ലെ? കർഷകന്റെ വീടിനെ പറ്റിയിട്ട് തന്നെ ആദ്യം പഠിക്കേണ്ടത്. കാരണം ആ നിധി ഒളിഞ്ഞു കിടക്കുന്നത് കർഷകന്റെ വീട്ടിലായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മളെ സാഡ് ആക്കുന്നത്, നമ്മളെ സങ്കടപ്പെടുത്തുന്നത്, നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്നത്, ഇതൊക്കെ പുറത്തുള്ള ആളുകളുടെ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത പോലെയാണ് ഇന്നത്തെ ഒരു ലൈഫിൽ മെജോറിറ്റി സംഗതികളും പോകുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ഹാപ്പിനെസ് തീരുമാനിക്കുന്നത് ചില സംഗതികളാണ്, ചില ഡ്രഗ്സ് ആണ്, ചില പൊടികളാണ്, അല്ലെങ്കിൽ ചില വലിക്കുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ തുടങ്ങി നമ്മളെ ഹാപ്പിനെസ്സും നമ്മളെ മൂഡും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തുള്ള ഒരുപാട് ഏരിയയിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. എക്സാക്ട്ലി അവിടെയല്ല, എവിടെയാണ്, കർഷകന്റെ വീട്ടിലാണ് ഡയമണ്ട് ഉണ്ടായെന്ന് പറഞ്ഞ പോലെ നമുക്കുള്ളിലാണ് നമ്മളെ യഥാർത്ഥ സോഴ്സ് ഓഫ് ലൈറ്റ്, ഹാപ്പിനെസ്, അല്ലെങ്കിൽ കോൺഫിഡൻസ്, സ്പിരിച്വാലിറ്റി, നമ്മളെ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, ഇതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ ഉള്ളിലാണ്. ആ ഒരു കണക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻലി ഡയമണ്ട് മൈൻഡുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഡയമണ്ട് മൈൻഡിൽ വരുന്ന ഓരോരുത്തരും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആ ഒരു ഡയമണ്ട് എങ്ങനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മളെ ലൈഫിൽ നിന്ന് ആ ഒരു ഡയമണ്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഡയമണ്ട് മൈൻഡിൽ വരുന്ന ഓരോരുത്തരും പറയും ഇറ്റ്സ് നോട്ട് എ മോട്ടിവേഷൻ. അറ്റൻഡ് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും അറിയും ഇറ്റ്സ് നോട്ട് എ മോട്ടിവേഷൻ. കാരണം മോട്ടിവേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോട്ടിവേഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് ആനെ, നമ്മളൊരു ബലൂണിൽ കാറ്റ് വീർപ്പിച്ചിട്ട് ആ ബലൂൺ ഇട്ട് അങ്ങനെ ഉണ്ടാവും, അത് ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോയിട്ട് താഴോട്ട് വീഴും, അല്ലെ? എന്നാല് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷനിലൂടെ നമ്മൾ ഷിയാബ് സാർ പറഞ്ഞ പോലെ ടൂൾസ്, സം ടൈപ്പ് ഓഫ്, നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യണം എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാ? ഹെൽത്തി ബോഡി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി മൈൻഡ് വേണം, ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു മനസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ചില എക്സസൈസുകൾ, ചില വ്യായാമങ്ങൾ നമ്മളെ മൈൻഡിനും ചെയ്യണം. ഓക്കെ, ചില വ്യായാമങ്ങൾ പറയും. ഇപ്പൊ നമ്മളെ ഡയമണ്ട് മൈൻഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ചോദിക്കും, എത്ര ദിവസം ടൂൾസ് ചെയ്യണം? ഞാൻ 10 ദിവസം ചെയ്താൽ മതിയോ, 21 ദിവസം ചെയ്താൽ മതിയോ, 100 ദിവസം ചെയ്താൽ പിന്നെ ഞാൻ ലൈഫിൽ സെറ്റ് ആവുമോ എന്നൊക്കെ ചോദിക്കും. നോ, ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ഹാബിറ്റ്. അത് നിങ്ങളൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. കാരണം ഡെയിലി നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത പൊടിപടലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും, ആവശ്യമില്ലാത്ത ചിന്തകളും ആവശ്യമില്ലാത്ത ആളുകളെ കമന്റ്സും ഒക്കെ വരും. അതൊക്കെ ഡെയിലി കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് മുന്നോട്ട് പോകണം. ഡെയിലി നമ്മൾ കുളിക്കുന്നില്ലേ, നമ്മളെ ബോഡി ക്ലീൻ ചെയ്യുന്നില്ലേ, നമ്മളെ മൈൻഡ് ക്ലീൻ ചെയ്യണ്ടേ? ഡെയിലി നമ്മൾ പല്ല് തേക്കുന്നില്ലേ? അതൊരു ബേർഡൻ ആണ്. ആർക്കെങ്കിലും ഇന്ന് കടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നാളെ രാവിലെ എണീറ്റ് പല്ല് തേക്കണല്ലോ എന്ന്?
ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഓ ഇനിയിപ്പോ നാളെ രാവിലെ എണീറ്റ് പല്ല് തേക്കണമല്ലോ ഈശ്വര. നോ. അതെന്താ? ഇറ്റ്സ് നമ്മളൊരു ഹാബിറ്റ് ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോയി ബ്രഷ് ഒക്കെ എടുത്ത് പേസ്റ്റ് ഒക്കെ തേച്ച് നമ്മൾ പല്ല് വെച്ച് ഇങ്ങനെ പോകും. ആ ഒരു രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യുന്ന, മൈൻഡിനെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു മോഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് മാറാൻ പറ്റണം എന്നുള്ളതാണ്. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറിയാൽ, നേരത്തെ ഷിയാബ് സാർ എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ, അത് നമുക്കൊരു ഹരമായിട്ട് മാറും. അതില്ലാതെ പിന്നെ പറ്റൂല. അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം നമ്മൾ ഭയങ്കര വർക്ക് ഒക്കെ ചെയ്താൽ നമ്മുടെ ബോഡി മൊത്തം സെറ്റ് ചെയ്യും, മൊത്തം വേർക്കും, പിന്നെ നമുക്കൊരു ഡിസ്കംഫർട്ടാണ്. അതൊന്ന് ക്ലീൻ ചെയ്തൊന്ന് കുളിച്ച് ഫ്രഷ് ആയാലും പിന്നെ എന്താണ്, നമുക്ക് ഉറങ്ങാനായാലും ബാക്കിയുള്ള സംഗതികളൊക്കെ ചെയ്യാനായാലും എന്താണ്, ഒരു പ്രത്യേക ഒരു ഉന്മേഷമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മളെ മോശപ്പെട്ട വാക്കുകൾ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സംഗതികൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിച്ച് ഇരിക്കുന്നത്, അല്ലെങ്കിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള സംഗതികളെ കുറിച്ച് ചിന്തിച്ചിരിക്കുക, എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ ആയിട്ട് നമ്മളെ ബോഡി വിയർപ്പ് വന്നിട്ട് എന്താ പറയാ, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുന്ന പോലെ തന്നെ നമ്മളെ മൈൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇംപ്യൂരിറ്റീസ് കയറിയിട്ട് ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തുന്നുണ്ട്. അത് ക്ലെൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ പറ്റണം എന്നുള്ളതാണ് ആദ്യത്തിലേ പറയാനുള്ളത്. ആൻഡ് എന്താണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്? നിങ്ങൾക്കറിയാം, നമ്മളെ ഡയമണ്ട് മൈൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ്. എന്താണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്? ഒരുപാട് ഏരിയാസിൽ ഒന്നും അത്ര തന്നെ ഡിസ്കഷൻ വരാത്തൊരു ഏരിയ ആണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. അപ്പൊ വരുന്നൊരു ചോദ്യം ഉണ്ട്, നമ്മളെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുമോ? റീവയറിംഗ് ചെയ്യാൻ പറ്റുമോ? റീവയറിംഗ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്ത്? റീവയറിംഗ്. ഞാൻ നമ്മളെ 6th ബാച്ചിലാ തോന്നുന്നുണ്ട്, ഡയമണ്ട് മൈൻഡിന്റെ 6th ബാച്ചിൽ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ എന്താണ് മൈൻഡിന്റെ റീവയറിംഗ് എന്നുള്ളത്. ഇപ്പം നമ്മളൊരു വീട് വാങ്ങുകയാണ്. ഇപ്പൊ ഞാനൊരു വീട് വാങ്ങുകയാണ്. ഈ വീട് വാങ്ങുന്ന സമയത്ത് ഓൾറെഡി ആ വീട്ടിൽ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ബൾബും എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? വീടിന്റെ ഡൈനിങ് ഹാളിൽ പോയിട്ട് ഒരു സ്വിച്ച് ഇടുന്ന സമയത്ത് അടുക്കളയിൽ ഇങ്ങനെ മിക്സി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൈനിങ് ഹാളിൽ ഒരു സ്വിച്ച് ഇടുന്ന സമയത്ത് അടുക്കളയിൽ മിക്സി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് എന്റെ വീട്ടിലെ വയറിങ്. ഓക്കെ, അങ്ങനെ ഞാൻ ചെന്നിട്ട് മുന്നിലെ കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് ബാത്റൂമിൽ ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, കിച്ചണിൽ ഞാനൊന്ന് സ്വിച്ച് ഇടുന്ന സമയത്ത് ഔട്ട് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് കത്തുന്നു. ഇങ്ങനെ ആകെ ഇറഗുലർ ആയിട്ടാണ് എന്ത് നടക്കുന്നത്? ഇതിന്റെ വയറിങ് നടക്കുന്നത്. ഈ വയറിങ്ങുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഈസ് ദർ ഈസ് എനി പോസിബിലിറ്റി? ഭയങ്കര കഷ്ടപ്പാടല്ലേ ഈ സ്വിച്ച് ഇടലും, ഇവിടെ അവിടെ ഷോട്ടും, ഇവിടെ പ്രശ്നം വരുന്നു. ഇതുപോലെയാണ് നമ്മളെ മൈൻഡിനും റീവയറിങ് ആവശ്യമാണ്. കാരണം എന്താ അറിയോ, ഈ വീട് ഞാൻ വാങ്ങുന്ന പോലെ നമ്മളെ മൈൻഡിന്റെ നല്ലൊരു ഭാഗം വയറിങ് ചെയ്തത് നമ്മളല്ല. ഇത് നിങ്ങൾ ആദ്യം റിയലൈസ് ചെയ്യണം. നമ്മളെ മൈൻഡിന്റെ നല്ലൊരു ഭാഗം വയറിങ് ചെയ്തത് നമ്മളല്ല, അത് ചെയ്ത ആളുകളാണ് നമ്മളെ പാരൻസ്, നമ്മളെ ടീച്ചേഴ്സ്, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ സമൂഹത്തിലുള്ള ആളുകൾ, നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ. ഇന്നത്തെ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന യൂട്യൂബ് വീഡിയോസ്, നമ്മൾ റെഗുലർ ആയിട്ട് കാണുന്ന റീൽസ്, കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മളെ മൈൻഡിനെ വയറിങ് ചെയ്യും. നമ്മളെ മൈൻഡിനെ നമ്മൾ അറിയാതെ വയറിങ് ചെയ്യും. അപ്പം ഈ വയറിങ് എന്താണ്? നമ്മൾ ചെയ്ത വയറിങ് അല്ല. അതുകൊണ്ട് തന്നെ മേ ബി നമ്മളൊരു സ്വിച്ച് ഇടുമ്പോൾ കത്തേണ്ടത് ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ കത്തുന്നത് ഇവിടെ ആയിരിക്കും. നമുക്കറിയാം, ഒന്നും നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് നടക്കൂല, അല്ലെ? ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് നടക്കൂല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ബട്ട് എന്ത് ചെയ്യില്ല, ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മളെ വയറിങ് നമ്മളല്ല ചെയ്തത്. അവിടെ നമുക്കൊരു റീവയറിങ് എന്താണ്? ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മളെ മൈൻഡിനൊന്ന് റീവയറിങ് ചെയ്യുക. എന്തൊക്കെയാണ് ഈ ഒരു റീവയറിംഗിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ളത്? നമ്മളെ പഴയതായിട്ടുള്ള ഒരുപാട് ഓൾഡ് ബിലീഫുകൾ ഉണ്ടാവും, വിശ്വാസങ്ങൾ. ഡയമണ്ട് മൈൻഡ് അറ്റൻഡ് ചെയ്ത ആളുകളായിട്ട് നിങ്ങൾക്കൊന്ന് പേഴ്സണലി കണക്ട് ചെയ്തിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചോദിച്ചാൽ മതി. ഞാൻ അവർക്ക് അധികം പറഞ്ഞു കൊടുക്കല് പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതിലുപരി അതിന്റെ കൂട്ടത്തിൽ തന്നെ പഴയ ഒരുപാട് സംഗതികൾ എടുത്ത് ഒഴിവാക്കാനും കൂടിയാണ് പഠിപ്പിക്കാറുള്ളത്. പഴയ ഒരുപാട് ബിലീഫ്സ് ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, ഞാൻ സ്റ്റേജിൽ കയറിയാൽ സംസാരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്ര സംഗതികളെ പറ്റുള്ളൂ, ഞാൻ അത് ചെയ്താൽ തെറ്റും, ഞാൻ ഇത് ചെയ്താൽ ശരിയാവില്ല, ഞാൻ ഇത്ര കുറച്ച് ഇൻട്രോവേർട്ടാണ്, എന്റെ ലുക്ക് അത്ര ഓക്കെ, ഇങ്ങനെ തുടങ്ങി നമുക്ക് നമ്മളെ പറ്റുന്ന ഒരുപാട് ബിലീഫ്സ് ഉണ്ട്. അത് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, അല്ലാത്ത ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇതിൽ തന്നെ ഭൂരിഭാഗം വിശ്വാസങ്ങളും നെഗറ്റീവായിരിക്കും. കാരണം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ പാരൻസും ഇപ്പം നിങ്ങൾ പാരന്റിങ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളെ മക്കളോട് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പറയുന്നത് ചെയ്യരുത് എന്നായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ ഇരുന്ന് ടി വി കാണരുത്, ഇവിടെ ഇരുന്ന് ടി വി കാണരുത്, ഇത് ചെയ്യരുത്, ഭക്ഷണം ഇങ്ങനെ കഴിക്കരുത്, ആ ഡ്രസ്സ് ഇടരുത്, ഈ ഡ്രസ്സ് അവിടെ ഇടരുത്,
ഇങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യരുത്, അരുത് 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 എന്ന് തുടങ്ങിയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് മെജോറിറ്റി നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഒരുപാട് ആവശ്യമില്ലാത്ത തിങ്കിങ് പാറ്റേൺസ് വെറുതെ ചിന്തിച്ചു കൂട്ടുക അല്ലെ. സി നമ്മളെ ആൽക്കെമിസ്റ്റ് എന്നുള്ള പുസ്തകത്തിൽ പൗലോ കോലോ പറയുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള പേടിയേക്കാൾ പ്രശ്നമാണ് എന്ത്, പേടിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള പേടി. ഓക്കെ, ഇപ്പൊ ഞാനും ഷിയാബ് സാറും തമ്മിൽ എന്ത് ചെയ്യാണ്, ഒന്ന് മീറ്റ് ചെയ്യാൻ പോവാണ്, ഞങ്ങളൊരു ബിസിനസ് മീറ്റിന് പോവാണ്. അപ്പം ബിസിനസ് മീറ്റിന് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പേടിക്കുകയാണ്. ഞാനിപ്പോ ഇനി ചെല്ലുന്ന സമയത്ത് ആ ഒരു ബിസിനസ് മീറ്റ് എന്താ പറയാ, ഓക്കെ പറയോ ഷിയാബ് സാർ, ഓക്കെ പറയോ, ഞാൻ ഇങ്ങനെ പേടിച്ച് അവിടെ പോയിട്ട് എന്ത് ചെയ്യാണ്, ഷിയാബ് സാർ പറയണം ആ ഓക്കെ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓക്കെ എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് അപ്രൂവ് ചെയ്ത് വിടുകയാണ്. അപ്പൊ ഞാൻ അതുവരെ പേടിച്ച പേടിയില്ലേ, അതാണ് ഏറ്റവും വലിയ പേടി എന്ന് പറയാം. മേ ബി ആ ഒരു പേടിന്റെ ആവശ്യം അവിടെ ഉണ്ടാവും. ഓക്കെ, സംഭവിക്കുമോ എന്ന് പേടിക്കുന്ന ഒരു പേടി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പേടി എന്ന് പറയാറുള്ളത്. ഓക്കെ, ഞാൻ ഇന്ന് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, നമ്മളെ യൂട്യൂബിൽ കയറിയാൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആവും, കാണാൻ പറ്റും. ഒരു മാരേജിന്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഓൺ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ഫാമിലിയിൽ നടന്നിട്ടുള്ള ഒരു കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് ഇന്ന് യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് എൻ്റെ ഫാമിലിയിൽ നടന്നിട്ടുള്ള മാരേജ് ആണ്. അപ്പം ഈ മാരേജിന് നമുക്കറിയാം, പൊതുവെ മഴ പെയ്താൽ മാരേജിന് കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലേ, കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും ആളുകൾക്ക് വരാനും ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മാരേജിന്റെ സമയത്ത് ഇവർക്ക് ഭയങ്കര പേടി എന്താ അറിയോ, മഴ പെയ്യോ എന്നാ പേടി. അന്ന് ഞാൻ ഇവിടെ ഇല്ല, ഞാൻ സൗദി അറേബ്യയിലാണ്. അങ്ങനെ ഞാനിങ്ങനെ കോൾ ചെയ്ത് ഇങ്ങനെ ചോദിക്കും, നമ്മളെ ഫാമിലിയുള്ള മാരേജ് ആണല്ലോ, എന്താ അവസ്ഥ, മാരേജ് എന്താ അവസ്ഥ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ പറയും കുഴപ്പമൊന്നുമില്ല, ഒക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്, പക്ഷെ മഴ പെയ്യോ എന്നൊരു പേടിയുണ്ട്. ഇവരെന്താ അറിയോ, മഴ പെയ്യോ എന്ന് പേടിച്ചിട്ട് ജൂണിലോ ജൂലൈയിലോ എങ്ങനെ നടക്കേണ്ട മാരേജ് മാറ്റിയിട്ട് ആഗസ്റ്റോ സെപ്റ്റംബറിലേക്ക് എങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയും ലോങ് ആക്കിയിട്ട്, മഴ കിട്ടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലോങ്ങിലേക്ക് മാറ്റിയത് തന്നെ ഒരു റീസൺ. എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു സീസൺ കല്യാണത്തിന്റെ ഒരു ടൈം അടുപ്പിച്ച് എന്ത് ചെയ്യാണ്, ഒരു ന്യൂനമർദ്ദം വരികയാണ്. ഇപ്പൊ കേരളത്തിൽ അത് സുലഭമാണ്, ഇടയ്ക്കിടയ്ക്ക് ഒരു ന്യൂനമർദ്ദം കയറുക, കുറച്ച് മഴ പെയ്യാൻ പോവുക, ഇടയ്ക്ക് ഒരു ന്യൂനമർദ്ദം കയറുക പോവുക. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു മർദ്ദം ഇല്ലേനി, ഈ അടുത്താണ് ഞാനൊക്കെ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇനി ഒരു ന്യൂനമർദ്ദം കയറുന്നു, വെള്ളിയാഴ്ച നല്ല മഴ പെയ്യുന്നു, ശനിയാഴ്ച അടിപൊളി മഴ പെയ്യുന്നു, ഞായറാഴ്ച നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നു. അതോടുകൂടി കല്യാണം കഴിഞ്ഞു, തിങ്കളാഴ്ച മഴയില്ല, ചൊവ്വാഴ്ച മഴയില്ല, ബുധനാഴ്ച മഴയില്ല. എങ്ങനെയുണ്ട്? അപ്പം നല്ലൊരു പങ്ക് നമ്മളെ പേടിക്കില്ലേ, നല്ലൊരു പങ്ക് നമ്മളെ പേടിക്കും. ഇത് ഞാനിങ്ങനെ കറക്റ്റ് അനലൈസ് ചെയ്യാം, ഞാനിവിടെ നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇത് എനിക്ക് കോൾ ചെയ്യുന്നുണ്ട്, ഞാനിവരെ വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാല് വെള്ളി ശനി ഞായർ നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നു, തിങ്കൾ ചൊവ്വ ബുധൻ മഴയില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ആയിട്ടിട്ടത്, നമ്മൾ പേടിച്ചിട്ട് ചില സംഗതികൾ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പോലീസ് പിടിക്കുമെന്ന് പേടിച്ചിറങ്ങിയാൽ ആ ഒരു പോലീസ് നമ്മൾ കാണും, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ സംഭവിക്കണേ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ പറയും ചെയ്യുന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മഴ പെയ്യുന്നു. ഓക്കെ, ഇവരറിയുന്നില്ല, ഇവരെ തിങ്കിങ് പാറ്റേണിൽ കൂടുതലായിട്ട് കറങ്ങി നടന്നിട്ടുള്ളത് എന്താണ്, മഴ പെയ്യും എന്നുള്ള, അല്ലെങ്കിൽ പോലീസ് എന്നുള്ള സംഗതിയാണ്. അത് ത്രൂ ആണ് ആ ഒരു എക്സ്പീരിയൻസിലേക്ക് അവർ എത്തിയെന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല എന്നുള്ളത്. അപ്പം ഇതുപോലത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേണിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ കറങ്ങലാണ് മെജോറിറ്റി ഉള്ളത്. ആൻഡ് ഓൾസോ ഇമോഷണലി ആയിട്ടുള്ള ഒരുപാട് ഇമോഷണൽ ബാലൻസിങ് ആണ് എല്ലാവർക്കും വേണ്ടത് ഇമോഷണലി ഉള്ള ബാലൻസിങ് ആണ്. അതില്ല, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക. ദേഷ്യത്തിന്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ആളുകളും സഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് ആങ്കർ, ദേഷ്യം. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇമോഷൻസ്. നമ്മളെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ വികാരങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അപ്പം നിങ്ങളെ കയ്യിലൊരു വണ്ടി ഉണ്ട്, ആ വണ്ടി നിങ്ങൾക്ക് ഓടിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ വണ്ടിയുടെ പ്രശ്നമാണ്? നോ, നിങ്ങളെ പ്രശ്നമാണ്. കാരണം എന്താ? ആ വണ്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, ഇതെങ്ങനെ ഓടിക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ ആക്സസറീസ്, ഇതിന്റെ ഗിയർ എവിടെയാണ്, ഇതിന്റെ ക്ലച്ച് എവിടെയാണ്, ഇതിന്റെ ഗിയർ ഏത് സമയത്താണ് മാറ്റണം, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ വണ്ടിയിൽ കയറി നിന്നാൽ നമുക്ക് ഓടിക്കാൻ പറ്റും? ഇനി ഇങ്ങനെ ഓടിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ആ വണ്ടി എവിടെയെങ്കിലും പോയി തട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ നമ്മളെ മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നതിലൂടെ നമുക്കൊരു ഇമോഷണൽ ബാലൻസിങ് എന്താണ് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ബാലൻസിങ്, നമ്മളെ തിങ്കിങ് പാറ്റേൺ, ഇങ്ങനെ ഇതൊക്കെ ഓൾറെഡി നമുക്ക് ഇൻസ്റ്റാൾ ആക്കി തന്നിട്ടുണ്ട് കുറെ ആളുകൾ. നിങ്ങൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ നമ്മളെ സൂമിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ നിങ്ങൾ ഒരുപാട് ആപ്പുകൾ കേട്ടിട്ടുണ്ടാവും, വാട്സപ്പ്, യൂട്യൂബ്,
ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പുകളല്ലേ. ഈ ആപ്പ് ഒന്നും ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആപ്പ് കൂടെ പ്രിഫർ ചെയ്ത് തരാണ്. നിങ്ങൾ ഈ ആപ്പ് മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറയാം. നിങ്ങൾക്ക് ഇതൊക്കെ അവൈലബിൾ ആവും. നിങ്ങളെ സ്റ്റോറേജ് ഫുൾ ആവില്ലേ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു പ്രോസസ്സ് നമ്മളെ മൈൻഡിനും പോസിബിൾ ആണ്. ആവശ്യമില്ലാത്തൊരു തിങ്കിങ് പാറ്റേൺ, തോട്ട് പാറ്റേൺ, ബിലീഫ് സിസ്റ്റം, ഇമോഷണൽസ്, ഇതൊക്കെ നമുക്കൊന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ ഇവിടെ എന്ത് ചെയ്യാം? റീഇൻസ്റ്റാളിങ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംഗതികൾ മെയിൻലി പറയുകയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് നോട്ട് ചെയ്ത് വെച്ച ഒന്ന് ഫിയർ, പേടി, ഗിൽട്ട്, ഓവർ തിങ്കിങ്, കോൺഫിഡൻസ് ഇല്ലായ്മ, ആങ്കർ, പിന്നെ ഒരുപാട് ഡിസീസസ്, രോഗങ്ങൾ. ഈ രോഗങ്ങളെ പറ്റി പറയുന്ന സമയത്ത് 90% രോഗങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യും. 90% രോഗങ്ങളും മനോജന്യ രോഗങ്ങളും, സൈക്കോസൊമാറ്റിക് ഡിസീസസ്, നമ്മളെ മൈൻഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, ഇമോഷണലി എന്തെങ്കിലും നമ്മൾ സപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബോഡി രോഗമായിട്ട് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അപ്പൊ 90% രോഗങ്ങൾ എന്താണ്? സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ സംഗതികളൊക്കെ എന്ത് ചെയ്യണം? നമുക്കൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സംഗതികളിൽ ഒന്നാണ് നേരത്തെ ഷിയാബ് സാർ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ്. ഹൈ വൈബ്രേഷനിൽ നമ്മൾ എത്തിക്കുന്ന ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, അൺകണ്ടീഷണൽ ലവ് ആൻഡ് പീസ്, ഒരു ക്ലാരിറ്റി, നമ്മുടെ ലൈഫിന് ഒരു പേർപ്പസ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഞാൻ എന്തിനോ വേണ്ടി ജീവിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്നിട്ട് എന്തൊക്കെയോ കാട്ടിട്ട് എന്ത് ചെയ്യും? അവസാനം മരിച്ചു. അതിനു പകരം എന്തിനാണ് ഞാൻ വന്നത്? എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ണിനുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സൃഷ്ടാവിന്, അങ്ങനത്തെ ഒരു ദൈവത്തിന് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവ് തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ബട്ട് പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ എക്സാം എഴുതിയിട്ടുള്ളത്, നമ്മളെ ജീവിതം നോക്കി ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകളെ ലൈഫ് നോക്കിയിട്ടാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള എക്സാംസും, അവർക്ക് അവരുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസും, അവർക്ക് അവരുടേതായിട്ടുള്ള ആൻസേഴ്സും. നമ്മളത് നോക്കിയിട്ട് ഗിൽട്ട് അടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഹാപ്പി ആവണമെങ്കിലും അതുകൊണ്ട് ഒരു കാര്യമില്ല. അവരുടെ ലൈഫൊക്കെ എന്താ അടിപൊളി ലൈഫല്ലേ, കാറുണ്ട്, ബൈക്ക് ഉണ്ട്, ജോബ് ഉണ്ട്. അത് അവർക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെന്റ് ആണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് വായിക്കാൻ പറ്റണം. എന്നാലേ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, നമ്മളെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ആ ഒരു അവയർനെസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മൾ എത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. മൈൻഡ്ഫുൾനെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാസ്റ്റിലേക്കും പോകില്ല, ഫ്യൂച്ചറിലേക്കും പോകില്ല. കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കൂല, അത് സംഭവിച്ചല്ലോ, അവിടെ അങ്ങനെയാണല്ലോ, എന്റെ ബിസിനസ് ഫ്ലോപ്പ് ആയല്ലോ, ഞാൻ ചെയ്ത എക്സാം ഇതായല്ലോ, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഭാര്യ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇതൊന്നും വരുന്നത് നമ്മൾ ആ പാസ്റ്റിൽ ഇരിക്കൂല. ഫ്യൂച്ചറിൽ അവരെങ്ങനെ പറയുമോ, ബിസിനസ് തകരുമോ, അതാവോ ഇതാവോ, ഇങ്ങനെ തുടങ്ങി ഫ്യൂച്ചറിൽ പോകില്ല. നമ്മൾ കറന്റ്ലി ഈ ഒരു മൊമെന്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും കൂടി അവെയർ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതാണ് മൈൻഡ്ഫുൾനെസ്, സിമ്പിൾ ആയിട്ടുള്ള മൈൻഡ്ഫുൾനെസ്. അതായത് ഈ ഒരു മൊമെന്റിൽ, ഈ ഒരു സമയത്ത് വിത്ത് ഒരു അവയർനെസ്, വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്, ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ, ഒന്നിനെയും ജഡ്ജ്മെന്റ് ചെയ്യാതെ നമ്മളൊരു ഈ ഒരു മൊമെന്റിൽ ജീവിക്കുക എന്ന് പറയില്ല. ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാക്ടീസ് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും എന്നുള്ളതാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധിക ആളുകളും സഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പേടിയാണ്. അവിടെ എന്ത് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ പാസ്റ്റിൽ എങ്ങനെ സംഭവിച്ചു, ഈ ഒരു ഫിയർ വെച്ചിട്ടാണ്. ഈ ഒരു ഫിയറൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മോഡിൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഒരു തിങ്കിങ് പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയമണ്ട് മൈൻഡിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് നമ്മളെ മൈൻഡിനെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു, ഇപ്പം നേരത്തെ ഷിയാബ് സാർ പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. അധികം ആളുകളും എന്തിനാണ് ശ്രമിക്കുക എന്ന് വെച്ചാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെ? കൺട്രോൾ ചെയ്യുക, തോട്ട്സിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ വൈഫിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ മക്കളെ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ട്രൈ ടു മാനേജ് ഇറ്റ്. ഒന്ന് മാനേജ് ചെയ്യാൻ നോക്കി, അത് സൂപ്പർ ആയിരിക്കും, അത് സിമ്പിൾ ആയിരിക്കും. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ഒരു വണ്ടി കൺട്രോൾ ചെയ്യാന്ന് പറയുന്നതാണ്, അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ പോകുന്ന സംഗതികളെ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു നമ്മളെ കയ്യിൽ നിന്ന് ബ്രേക്ക് പൊട്ടിയിട്ട് പോകുന്ന ഒരു കാറ്, കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരു കാറ് പിടിച്ചു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് അറിയുന്നത്. ഇപ്പൊ നമ്മൾ വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മളെ ബ്രേക്ക് എന്ത് ചെയ്തു? ലൂസായി, ബ്രേക്ക് പൊട്ടി. ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ സൗദിയിൽ ഒരു തവണ ഡ്രൈവിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഡ്രൈവിംഗിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അതും ഒരു നല്ലൊരു എന്താ പറയുക പൊസിഷൻ, ഞാനൊരു ട്രക്കിന്റെ ബാക്കിൽ, ഒരു ടൈലറിന്റെ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രേക്കിന്റെ പാഡ് എന്ത് ചെയ്യാണ്, ജസ്റ്റ് അതിൽ ഒന്ന് സ്കിഡായി വരികയാണ്. വീണ ഉടനെ ഇതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് അവയർനെസ്, മുമ്പ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടൊരു പരിചയത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്,
ആദ്യം എന്റെ മൈൻഡിൽ വന്നത് എന്താ ചെയ്യേണ്ടത്, വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ച് നിർത്തേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയാണ് വന്നത്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, മെല്ലെ വണ്ടി ഫസ്റ്റ് നമ്മൾ സൈഡ് ആക്കുകയാണ്. സൈഡ് സ്ലോ വണ്ടി ഗിയർ മെല്ലെ മെല്ലെ ഡൗൺ ആക്കി, അതിനനുസരിച്ച് വണ്ടി സൈഡ് ആക്കി. പിന്നെ ഒരു സൈഡിൽ എത്തിയ ഉടനെ ഞാൻ എന്ത് ചെയ്തു, മെല്ലെ ഹാൻഡ് ബ്രേക്ക് ഇട്ടു. ആ രീതിയിൽ മാനേജ് ചെയ്യുന്നതാണോ നല്ലത് അതോ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്? ഓൾവേസ് കൺട്രോൾ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത് നമുക്കും ബുദ്ധിമുട്ടാണ്, നമ്മളെ കൂടെയുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങളെ കയ്യിൽ ഒരു തുള്ളി വെള്ളമുണ്ട് അല്ലെങ്കിൽ ഒരു അല്പം വെള്ളമുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആ വെള്ളം ചാടി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പകരം നിങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കി, പുറത്തു പോവാതെ മാനേജ് ചെയ്യാൻ നോക്കി, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പൊ എങ്ങനെ നമ്മളെ ചിന്തകളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മളെ ചിന്തകളെ മാനേജ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, ഇതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഗാന്ധിജി പറഞ്ഞൊരു കോട്ട് ഞാൻ ഇവിടെ പറയാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റ്സ് സിമ്പിൾ. നമ്മളെ തോട്ട്സ് ആണ്, യുവർ തോട്ട്സ് turn to your words turn to your behavior turns your habit is turns your value, and your value turns your destiny. അതായത് നിങ്ങളെ തോട്ട്സ് ആണ് നിങ്ങളെ വാക്കുകളായിട്ട് മാറും, നിങ്ങളെ ചിന്തകളാണ് നിങ്ങളെ വാക്കുകളായിട്ട് മാറും. നിങ്ങളെ വാക്കുകൾ എന്താവുന്നുണ്ട്, നിങ്ങളെ ബിഹേവിയർ ആയിട്ട് മാറുന്നുണ്ട്. സ്ഥിരമായിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളെ ബിഹേവിയർ ആവും. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദാറ്റ് അത് നിങ്ങളെ ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ അത് നിങ്ങളെ വാല്യൂ ആയിട്ട് മാറും. പിന്നെ അത് നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളൊരു എത്തിച്ചേരേണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് അത് നിങ്ങളെ എത്തിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ബേസിക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചേഞ്ച് കൊണ്ടുവരേണ്ടത് നമ്മളെ ചിന്തകളിലാണ്. നമ്മളെ ഡെസ്റ്റിനി അല്ലെങ്കിൽ നമ്മളെ വാല്യൂസില്, ഹാബിറ്റില്, ബിഹേവിയേഴ്സില്, നമ്മളെ വേർഡ്സിൽ, ഇതിലൊക്കെ നമുക്ക് ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് എവിടെ ആയിരിക്കണം, നമ്മളെ ചിന്തകളിലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞത് ഞാനൊരു ഡയമണ്ട് മൈൻഡിന്റെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് ഡയമണ്ട് മൈൻഡിലേക്ക് ഒന്നും കൂടി ഡീപ്പർ ആയിട്ട് വരികയാണെങ്കിൽ, ഡയമണ്ട് മൈൻഡ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ മോട്ടിവേഷൻ പ്രോഗ്രാം, ഇറ്റ്സ് എ കണ്ടിന്യൂസ് അസിസ്റ്റന്റ്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അസിസ്റ്റന്റ് തന്നുകൊണ്ട് ടീം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഡയമണ്ട് മൈൻഡ്. ഇറ്റ്സ് എ 100 days ജേർണി, 100 ദിവസത്തേക്കുള്ളത്. അപ്പം നിങ്ങൾ ഒരു 2 ദിവസം ക്ലാസ്സിൽ ഇരിക്കൂ, 3-ാമത്തെ ദിവസം നിങ്ങൾ പുതിയ ആളാവും, ഇതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ വരൂ, ഇരിക്കൂ, പ്യുവർ ആയിട്ടുള്ള ഒരു മൈൻഡായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തും സ്വീകരിക്കാൻ പറ്റിയിട്ടുള്ള വിത്തൗട്ട് എനി ജഡ്ജ്മെന്റിൽ നിങ്ങളോട് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മാജിക് ഹാപ്പൻസ് ഇൻ ഫസ്റ്റ് ഡേ. ഫ്രം 1 day, 1-ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് എന്ത് മാജിക് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. ഇതൊരു ദിവസത്തിൽ വലിയ മാജിക് എന്നുള്ളതല്ല, ഓരോ ദിവസവും ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, ഫിഫ്ത്ത് ഡേ, 100 ഡേ, പിന്നെ നിങ്ങളെ ലൈഫിൽ അങ്ങോട്ട് പോകുന്ന ഓരോ ഡേയ്സിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു മാജിക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റീവയറിംഗ് അല്ലെങ്കിൽ ഒരു റീപ്രോഗ്രാമിംഗ് ആണ് നമ്മൾ മെയിൻലി ഡയമണ്ട് മൈൻഡിൽ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ആൻഡ് സക്സസ്, നമ്മളെ സക്സസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി, മൈൻഡ് ആൻഡ് ഹെൽത്ത്, ആൻഡ് മൈൻഡ് ആൻഡ് വെൽത്ത്, മൈൻഡ് ആൻഡ് റിലേഷൻഷിപ്പ്, ആൻഡ് മൈൻഡ് ആൻഡ് ഹീലിംഗ് എന്നുള്ള സംഗതികളൊക്കെ ഞാൻ പറയാറുണ്ട്. നമ്മളെ കയ്യിലുള്ള മുറിവിനെ പറ്റി ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. എന്റെ കയ്യിലൊരു മുറിയുണ്ട്, ആ മുറി ഞാൻ ഇതുവരെ ഹീൽ ചെയ്തിട്ടില്ല, ഡോക്ടറെ കാണിച്ചിട്ടില്ല, അതുവരെ ഉണങ്ങിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാണ്, ഈ മുറി ഉണങ്ങാതെ ബാക്കിയുള്ള ആളുകൾക്ക് പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ഷിഹാബ് സാറെ കാണുമ്പോൾ ഷിഹാബ് സാറിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ഷിഹാബ് സാറ് നല്ല ഷെയ്ക്ക് ഹാൻഡ് ആണ് തന്നത്, ബട്ട് എന്താണ്, എനിക്ക് പെയിൻ ആയി വരുന്നത്, കാരണം എന്റെ കയ്യിൻ്റെ ഉള്ളിനടിയിൽ മുറിയുന്നുണ്ട്. അപ്പൊ അതോടുകൂടി എനിക്ക് ദേഷ്യം വരും ആരോട്, ഷിഹാബ് സാർ. ഓ, എന്നാലും എന്ത് കുടുത്താ കുടിച്ചേ, കയ്യില് ഭയങ്കര പെയിൻ ആയി. ഓക്കെ, എക്സാക്ട്ലി ഷിഹാബ് സാർ എന്തോ ചെയ്തു, നോർമൽ ഷെയ്ക്ക് ഹാൻഡ് തന്നത്. എന്തുകൊണ്ട് അത്ര പെയിൻ ഫീൽ ചെയ്ത്, എന്റെ ഉള്ളിൽ, എന്റെ കയ്യിൻ്റെ ഉള്ളിൽ മുറിവുണ്ടായത്. ചില ആളുകളെ ബിഹേവിയർ ഒക്കെ നമുക്ക് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, മേ ബി അവരെക്കാൾ കൂടുതൽ ഹീൽ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ചില മുറിവുകളായിരിക്കും. ദാറ്റ്സ് വൈ അഗെയിൻ നമ്മൾ ഡയമണ്ട് മൈൻഡിൽ പറയുന്നത്, നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കണം, നമ്മൾ നമ്മളെ കുറിച്ച് ഇനിയും അറിയണം, നമ്മളെ കുറിച്ചിട്ട് നമ്മൾ അറിയണം, നമ്മൾ തോട്ട്സിനെ കുറിച്ചിട്ട് അറിയണം എന്നുള്ളത്. ആൻഡ് നമ്മളെ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ആങ്കർ, റിഗ്രഷൻ, ഫിയർ, കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ഉറക്കില്ലായ്മ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ലാസ്റ്റ് കണക്ട് ചെയ്ത ഒരാള് ഏകദേശം 20 വയസ്സ് 22 വയസ്സ് സ്റ്റുഡന്റ് ആണ്. ആള് പറയുന്നത്, എനിക്ക് ഉറക്കില്ല സാറേ, ഞാൻ ഇപ്പോഴും പില്ല് കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട് ഉറക്കം കിട്ടാൻ വേണ്ടി. ചെറിയ ഏജ് ആണ്. അപ്പം ആള് ബിക്കോസ് ഓഫ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ആ സംഗതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്രോണിക് ആയിട്ടുള്ള ഡിസീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസീസസ് എങ്ങനെയാണ് നമ്മളെ ലൈഫിൽ ബാധിക്കുന്നത്. പിന്നെ മൈൻഡ് ആൻഡ് സ്പിരിച്വാലിറ്റി, ഡയമണ്ട് മൈൻഡിൽ വന്ന് ഓരോരുത്തരും പറയുന്ന എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള ഒന്നാണ്, നമ്മൾ സ്പിരിച്വലി കുറച്ചും കൂടി ഒന്ന് കണക്റ്റഡ് ആവാൻ പറ്റി, ദൈവികപരമായിട്ട്, അല്ലെങ്കിൽ ഞാനും എന്റെ സൃഷ്ടാവുമായിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ. നമുക്കൊക്കെ ആ ഒരു പാരന്റൽ ഫിഗർ ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ വേണമെന്നുള്ളത്.
ഇപ്പൊ നമ്മൾ പറയും നമ്മളെ മാതാപിതാക്കളെ നല്ലപോലെ നോക്കണം, മാതാപിതാക്കളുമായിട്ടുള്ള കണക്ഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവ് നമുക്കുണ്ട്. ആ സൃഷ്ടാവുമായിട്ടുള്ള കണക്ഷൻ എപ്പോഴും നമുക്ക് ആവശ്യമാണതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരേ സമയം നമ്മുടെ ടീമിൽ ഏത് രീതിയിൽ ഡിസ്കഷൻ പോവാണെങ്കിലും നമുക്ക് മൈൻഡ് ഉണ്ടാവും, നമുക്ക് ഫിസിക്കലുള്ള ഹെൽത്ത് ഉണ്ടാവും, നമുക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടാവും. ഇത് മൂന്നും വേണം. ഇത് മൂന്നും അലൈൻഡ് ആയിരിക്കണം. നമുക്ക് മൈൻഡ് വേണം, ബോഡി വേണം, സോൾ വേണം. ഇത് മൂന്നും നമുക്കുള്ളതാണ്. ഈ ഒരു അലൈൻമെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഓൾവേസ് ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. പിന്നെ എല്ലാവരും പറഞ്ഞ നെഗറ്റീവ് തിങ്കിങ്, ഞാൻ അവരോട് ആരോടും പറയില്ല നെഗറ്റീവ് തിങ്കിങ് എന്നുള്ളത്. അവർ പറയും ഞാൻ പോസിറ്റീവ്ലി ചിന്തിക്കാൻ തുടങ്ങി, പോസിറ്റീവ്ലി ചിന്തിക്കുക, അതായത് നാച്ചുറലി ഒരു പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഓൾസോ ഗോൾ സെറ്റിംഗ്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇതുവരെ ചെയ്തതിലുപരി ഇനി ഒരു സംഗതിയൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഗോൾ സെറ്റിംഗ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഷിയാബ് സാറ് പറഞ്ഞ പോലെ വെറുതെ മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളൊരു പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളും ടൂൾസുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് തരുന്ന ഓരോ സംഗതികളും ഇറ്റ്സ് യൂണിവേഴ്സലി എല്ലാവരും വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകളാണ്. ഈ ടൂൾസുകൾ ആരുപയോഗിച്ചോ അവർക്ക് എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത് ഡിസ്കഷനിൽ വന്നൊരു സംഭവമായിരുന്നു, സൂര്യന്റെ വെളിച്ചം, അതായത് സൂര്യന്റെ വെളിച്ചം നമ്മളൊരു ലെൻസ് വെച്ചിട്ട് ആ ലെൻസ് ഒരു പേപ്പറിൽ കാണിച്ചാൽ എന്ത് ചെയ്യും, ആ വെളിച്ചം ചെന്നിട്ട് പേപ്പറിനെ കത്തിക്കും, അറിയില്ലേ? പേപ്പർ ഇങ്ങനെ ബേൺ ചെയ്യും, കത്താൻ തുടങ്ങും. അതൊരു യൂണിവേഴ്സൽ ലോയാ. അത് ഞാനിവിടെ കേരളത്തിലെ കാലിക്കറ്റ് ഇരുന്ന് ചെയ്താലും അൽബഹേരി ഇരുന്ന് ഷിയാബ് സാർ ചെയ്താലും കത്തേണ്ടത് കത്തും, അല്ലെ? അവിടെ ഒരു സൂര്യനും ഇവിടെ ഒരു സൂര്യനും. ഇറ്റ്സ് യൂണിവേഴ്സൽ, വേൾഡ് മൊത്തം അങ്ങനെ. അതേപോലെ യൂണിവേഴ്സലി ഉള്ള ചില നിയമങ്ങളാണ് നമ്മൾ, മാറാത്ത നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മാറാത്ത ചില നിയമങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് ഈ ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്, ഡയമണ്ട് മൈൻഡ് ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു മൈൻഡ് ഉണ്ട്, അതൊന്ന് സെറ്റ് ആക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഇനി ഞാൻ ഇന്നത്തെ ഡേയിൽ എനിക്ക് വന്നിട്ടുള്ള സംഭവമാണ്, നിങ്ങൾക്ക് ലൈഫിൽ ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയും. എന്താണ് അറിയോ, ലൈഫിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ, നിങ്ങൾ കംഫർട്ട് സോണിലാണ്, നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ല. നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടോ, ഗ്രോത്ത് വരണോ, ഡയലി നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് പോകാനുള്ളതാണ്. ലൈഫിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും അനലൈസ് ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോഴേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറില്ലേ, വീടിന്റെ മുറ്റത്ത് വലിയൊരു പാറക്കല്ല് വന്നു, ആ പാറക്കല്ല് തള്ളി നീക്കിയ സമയത്ത് എനിക്കൊരു ഗ്രോത്ത് ഉണ്ടായി. എന്താ, എന്റെ കയ്യിലെ മസിൽ ഡെവലപ്പായി. അപ്പൊ അതുപോലെ വരുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ആവാനുണ്ടാവും. ഒരു പ്രശ്നമില്ല, എന്റെ ലൈഫ് അടിപൊളിയാണ്, രാവിലെ ആവുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, 9 മണിക്ക് ജോലിക്ക് പോകുന്നുണ്ട്, തിരിച്ച് 5 മണിയാകുമ്പോൾ വരുന്നുണ്ട്, 9 മണിക്ക് പോകുന്നുണ്ട്, 5 മണിക്ക് വരുന്നുണ്ട്, 9 മണിക്ക് പോകുന്നുണ്ട്, 5 മണിക്ക്. വെരി ഗുഡ്. നിങ്ങളെ ലൈഫിൽ ഗ്രോത്ത് ഇല്ല, നിങ്ങൾ ഒരേ പാറ്റേണിലാണ് പോകുന്നത്, ഒരേ സൈക്കിളിലാണ്, ഒരു ലൂപ്പിലുള്ളത്. ഈ ലൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് പറയാൻ കാരണം നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നത് ഓരോ കാര്യം ചെയ്യാനാണ്. ബാക്കിയുള്ള ആരോ സംഗതി കോപ്പി അടിച്ചിട്ടുള്ള ലൂപ്പിലാണ് നിങ്ങളുള്ളത്. ഇനി നമ്മൾ റിഗ്രറ്റ് ചെയ്യുക എൻഡ് ടൈമിലാണ്, അവസാന കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യും, ഞാനിതൊന്നും ചെയ്താൽ പോയിരുന്നു. നല്ല ഏജ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയും ഞാനിതൊന്നും ഇല്ലെങ്കിലും ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഈ ഒരു 10-45 വയസ്സ്, ഒരു 50 വയസ്സൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾ പൊതുവെ പറയുന്നത്, ഞാനൊരു ഡോക്ടറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞ സംഭവമാണ്. സ്ത്രീകൾ പൊതുവെ പറയും, ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു സാറേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, കുട്ടികളൊക്കെ മാരേജ് ഒക്കെ കഴിഞ്ഞ് അവരെ ഫാമിലി ആയിട്ട് പോയി, ഹസ്ബൻഡ് അങ്ങനെ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇതായിട്ട് പോയി, ഇപ്പൊ ഞാൻ ഒറ്റക്കാണ് സാറേ, ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയില്ല, എന്റെ നല്ല കാലം മൊത്തം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി നൽകി, ഞാൻ ഇങ്ങനെയല്ലേ ജീവിക്കേണ്ടത്, കുറച്ചൊക്കെ എനിക്കും കൂടി വേണ്ടിയിട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ദാറ്റ്സ് വൈ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി ആ എക്സാക്ട് ടൈമിൽ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പലതും ചെയ്ത് കൂട്ടി വെപ്രാളത്തിന് ചെയ്ത് അങ്ങോട്ട് ചെയ്ത് ഇങ്ങോട്ട് ചെയ്ത് അവസാനം എന്റെ പീരീഡ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത്. സോ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കണം എന്നുള്ള രീതിയിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം ലൈഫിൽ. ആൻഡ് എന്താ പറയാ, ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന, ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആരാവട്ടെ, അത് ബിസിനസ്മാൻ ആവട്ടെ, സ്റ്റുഡൻസ് ആവട്ടെ, എംപ്ലോയി ആവട്ടെ, ആളാവട്ടെ, ആർക്കും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് നമ്മളെ ഫീഡ്ബാക്ക് കേട്ട സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്കൊന്നും കൂടി എന്താ പറയാ, ഒന്ന് ക്ലാരിറ്റി വരുത്തുന്ന രീതിയിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻ, മൈൻഡ് ആൻഡ് ഹെൽത്ത് എന്നുള്ളൊരു ഏരിയ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 90% രോഗങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അത് നമ്മളെ മനോജന്യ രോഗങ്ങളാണ്, സൈക്കോസൊമാറ്റിക് ഡിസീസ് ആണ്. ആൻഡ് ഓൾസോ നമ്മൾ ഇമോഷണലി, ഇന്നിപ്പം ഹസ്ബൻഡിന്റെ അടുത്ത് ഒരു അടി കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, നമ്മൾ ഓഫീസിൽ ഒരാൾ നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്താൽ നമ്മൾ സപ്രസ് ചെയ്തു, ഒതുക്കി പിടിച്ചു വെച്ചാൽ അത് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കുള്ളിൽ എന്ത് ചെയ്യും,
ബോഡിയിൽ ഒരുപാട് രോഗങ്ങളായിട്ട് വരുന്നതാണ്. ഇതിനൊക്കെ ഇങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതാണ് നമ്മൾ മൈൻഡ് ആൻഡ് ഹെൽത്തിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത്. പിന്നെ മൈൻഡ് ആൻഡ് റിലേഷൻഷിപ്പ്. മൈൻഡ് ആൻഡ് റിലേഷൻഷിപ്പിൽ നമ്മൾ പഠിപ്പിക്കുക എന്താണ് റിലേഷൻഷിപ്പിൽ ഓരോരുത്തർക്ക് ആവശ്യമുള്ള നെസസറി തിങ്, അത് പഠിപ്പിക്കും. ഇപ്പം ഞാനും എൻ്റെ വൈഫും ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാനും എൻ്റെ വൈഫും, എനിക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, വൈഫിന് ചോക്ലേറ്റ്സ് ആണ് ഇഷ്ടം. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വൈഫിന് ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. വെറൈറ്റി ഓഫ് ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗ്രീൻ ആപ്പിൾ ഒക്കെ കടിക്കുന്ന സമയത്ത് ഭയങ്കര പൊളി. അപ്പോൾ വൈഫ് എന്ത് ചെയ്യാണ്, ഒരു കടി കടിച്ചിട്ട് ഗ്രീൻ ആപ്പിൾ തിരിച്ചെറിയാണ്. അപ്പൊ എനിക്കെന്താ ഫീൽ ചെയ്യാ, ഞാൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ആപ്പിൾ എന്ത് ചെയ്തു, അവള് വലിച്ചു കഴിഞ്ഞു. ധിക്കാരി. അതോടുകൂടി എന്ത് ചെയ്യണം, അവിടെ പ്രശ്നം ആരംഭിക്കുകയാണ്. പിന്നെ അങ്ങോട്ടായി അടിയായി വഴക്കായി പ്രശ്നങ്ങളായി. എന്നാൽ തിരിച്ച് വൈഫ് എന്താ ചെയ്യുന്നത്, വൈഫിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ട് ഹസ്ബൻഡിന് എനിക്ക് അങ്ങനെ തരുന്നുണ്ട്. ചോക്ലേറ്റ് അത്ര ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം. ഞാൻ ചോക്ലേറ്റ് എന്താ അധികം കഴിക്കൂല, മധുരം ഇഷ്ടമല്ല, ചെറിയൊരു കടി കഴിച്ചാൽ അങ്ങോട്ട് മാറ്റിയേക്കും, എനിക്ക് വേണ്ട പറയുന്നു. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, എന്നിട്ട് എന്താ നിങ്ങൾക്ക് ഒരു വില ഇല്ലാത്ത അത് തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, അപ്പുറത്ത് നിന്നു. ഓരോരുത്തരെയും ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് കൊടുക്കാൻ അറിയില്ല എന്നതാണ്. റിലേഷൻഷിപ്പിൽ ഭാര്യക്ക് എന്താണ് ആവശ്യം, ഹസ്ബൻഡിന് എന്താണ് ആവശ്യം, മക്കൾക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് എന്താണ് ആവശ്യം, നമ്മളെ സ്റ്റാഫിന് എന്താണ് ആവശ്യം, നമ്മളെ ബോസിന് എന്താണ് ആവശ്യം, ഇങ്ങനെ ഓരോ സംഗതികൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. എന്നാൽ ഇതിന്റെ ഒരു രസകരമായ സംഗതി, ഞാൻ ഇതൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ പഠിപ്പിക്കുക നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് പഠിപ്പിക്കും. അത് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ വൈഫിനുള്ളതും ഹസ്ബൻഡിനുള്ളതും നിങ്ങളെ ബോസിനുള്ളതും നിങ്ങളെ സ്റ്റാഫിനുള്ളതും ഒക്കെ എന്ത് ചെയ്യും, അവിടുന്ന് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്സ്. ആൻഡ് ഓൾസോ റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് അതാണ് പറയാനുള്ളത്. പിന്നെ മൈൻഡ് ആൻഡ് സ്പിരിച്വാലിറ്റി, നിങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്ത മെജോറിറ്റി ആളുകളും പറഞ്ഞ ഒരു സംഭവമാണ് സ്പിരിച്വലി കുറച്ചും കൂടി എലിവേറ്റ് ചെയ്യാൻ പറ്റിയത്. സ്പിരിച്വാലിറ്റി നമുക്ക് അത്യാവശ്യമാണ്. ലൈഫിൽ ഒരു ഹോപ്പ് വേണം. പിടുത്തം വിട്ട് ബിസിനസ് ഒക്കെ തകർന്നു പോവാണെങ്കിൽ നമുക്കൊരു ഹോപ്പ് വേണം. എന്ത്, എന്റെ സൃഷ്ടാവുണ്ട്, എന്റെ ദൈവമുണ്ട്, എന്റെ അള്ള ഉണ്ട്, ഇത്രയും തന്നത് എനിക്ക് അള്ളയാണ്, ഇനി എന്ത് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് അള്ള തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ പടച്ചോൻ തന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യും. ഒരു ഹോപ്പ് നമുക്ക് ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൃഷ്ടാവുമായിട്ടുള്ള കണക്ഷൻ, ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ നമുക്ക് വേണമെന്നുള്ളത്. പിന്നെ മൈൻഡ് ആൻഡ് വെൽത്ത്, നമ്മളെ ബ്ലൂ പ്രിന്റ്, നമ്മളെ മണി ബ്ലൂ പ്രിന്റ് എത്രയാണോ അത്രയായിരിക്കും നമ്മളെ കയ്യിലുള്ള ക്യാഷ്. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ അധികം പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അധികം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നല്ല ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല ക്യാഷ് ഉണ്ടാവും കയ്യിൽ. എന്നാലോ അതും പഠിച്ച് MBBS കഴിഞ്ഞ് അതിന്റെ മേലുള്ള ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ആളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാ, അവരെ പഠിത്തത്തെക്കാൾ കൂടുതൽ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അവരെ മണി ബ്ലൂ പ്രിന്റ് ആണ്. അത് നമ്മളെ പാരന്റ്സ് നിന്നും നമ്മളെ ചുറ്റുഭാഗത്തു നിന്നും കിട്ടിയതാണ്. ചില ആളുകൾക്ക് മണി എന്ന് പറഞ്ഞാൽ ഫിയറാ, പേടിയാ, പിശാചാണ്, അത് നമ്മൾ കവറിൽ കൊണ്ടുപോകില്ല, അത് തെറ്റാണെന്നൊക്കെ പറയും. ഇപ്പൊ ഇങ്ങനത്തെ മണി ബ്ലൂ പ്രിന്റ് ഒക്കെയാണ് നമുക്ക് നമ്മൾ പൈസ എങ്ങനെ ഉണ്ടാക്കും, നമ്മളെ കയ്യിൽ വരും പോകും, ക്യാഷ് എങ്ങനെ ഉണ്ടാക്കും കയ്യിൽ വരും പോകും, ഈ ഒരു മോഡിലായിരിക്കും പോകാന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും, ഒരു വെൽത്തി മൈൻഡ് സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റുഡൻസിന് ഇത് എങ്ങനെ ഹെൽപ്പ് ആവുമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അവരെ ഫോക്കസ്, കോൺസെൻട്രേഷൻ, ഇതൊക്കെ എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി വർക്കിംഗ് ഓൺ ആൽഫ ലെവൽ. ഇതൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവരെ മൈൻഡ് എന്ത് ചെയ്യും, അത് ക്യാപ്ചർ ചെയ്തെടുക്കും. അപ്പൊ ഈ ആൽഫ ലെവലിലേക്ക് എങ്ങനെ നമ്മളെ ടൂൾസ് വെച്ചിട്ട് എത്താൻ പറ്റും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഗതി. ആൻഡ് സ്റ്റഡി, പഠിക്കുന്ന സമയത്ത് എങ്ങനെ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒരു ബിസിനസ്മാനെ പറ്റി പിന്നെ പറയണ്ട കാര്യം എന്താ വെച്ചാൽ, ആളെ ബിസിനസ് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കുന്നത് ആളെ മൈൻഡ് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഉണ്ട്, രണ്ടാമത്തെ ഷോപ്പ് ഇടാൻ പേടിയാണ്, എന്റെ കയ്യിൽ ലോസ് വരും എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന ഒരു മൈൻഡാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ് അത്രേ വളരുള്ളൂ. എന്നാൽ റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് കൊണ്ടുവരാനുള്ള മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രോത്ത് ആളെ ബിസിനസ്സിനും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്മാന്റെ മൈൻഡ് എത്രത്തോളം വളർന്നിട്ടുണ്ടോ അത്രത്തോളം ആള് ബിസിനസ്സും വളർന്നിട്ടുണ്ടാവും എന്നാണ് പറയാറുള്ളത്. അപ്പം നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെ വളർത്താൻ പറ്റും, നമ്മളെ മെന്റൽ ഫ്രെയിം എങ്ങനെ വളർത്താൻ പറ്റുന്നത് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മെയിൻലി ഇതിന്റെ ബെനിഫിറ്റ് ആയിട്ട് പറയാറുള്ളത് നമുക്കൊരു ക്ലാരിറ്റി, ക്ലെൻസിങ്, ഒരു നാച്ചുറൽ പോസിറ്റീവ് തിങ്കിങ്, ഇതൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഹെൽത്ത്, വെൽത്ത്, ഇതിലൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എല്ലാത്തിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വേ ഓഫ് ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഗ്രാജുവലി വർക്ക് ചെയ്യാൻ നിങ്ങൾ സെറ്റാണ്, നിങ്ങൾക്ക് മാറണം, ഒരു ട്രാൻസ്ഫർമേഷൻ വേണമെന്ന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഡയമണ്ട് മൈൻഡിൽ ഡിസ്കസ് ചെയ്യുന്നതും ആൻഡ് ഓൾസോ ഇന്നത്തെ ഡയമണ്ട് മൈൻഡിന്റെ ഫ്രീ മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആകെ 1% ആണെന്ന് ഞാൻ പറയും. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു, ഇറ്റ്സ് ജസ്റ്റ് 1%. ഈ 1%ൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി?
ഇതിന്റെ ഒരു ബാക്കി ഒരു 99% എന്തിലുണ്ട്? നമ്മളെ ഡയമണ്ട് മൈൻഡിലുണ്ട്. ഇപ്പം ഡയമണ്ട് മൈൻഡ് അറ്റൻഡ് ചെയ്ത ആളുകൾക്കാരെ നമ്മൾ സ്ലൈഡ്സ് ഒക്കെ വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ മൈൻഡിനെ പറ്റി പഠിക്കും. എന്താണ് മൈൻഡ്, മൈൻഡിന്റെ ഉള്ളിൽ എന്താണുള്ളത്, എങ്ങനെയാണ് തോട്ട്സ് എങ്ങനെയാണ് നമ്മളെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. സോ ഈ 1%ൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 1%ന്റെ ബാക്കിയുള്ള 99% കൂടി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളെ ലൈഫിൽ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും, എത്രത്തോളം യൂസ്ഫുൾ ആകും എന്ന് ആലോചിച്ച് നോക്കിയേ. ദാറ്റ് ഈസ് ദ ഡയമണ്ട് മൈൻഡിന്റെ ഇനി വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ആൻഡ് എൻഡിങ്ങിലായിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു സംഗതി, ഡയമണ്ട് മൈൻഡിന്റെ നെക്സ്റ്റ് ബാച്ച് വരുന്നുണ്ട്. അതും കൂടി നമ്മൾ അനൗൺസ് ചെയ്തിട്ട് എന്ത് വൈൻഡപ്പ് ചെയ്യും. നെക്സ്റ്റ് ബാച്ച് വരുന്നത് ഈ വരുന്ന 21-ാം തീയതിയാണ്. 21-ാം തീയതി നമ്മൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കാത്തിരിക്കുന്നുണ്ട് ആരൊക്കെ ഇനി വരുന്നുണ്ട്, ആർക്കൊക്കെ ഇനി ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതുവരെ വന്നൊരു പാത്ത് നിന്ന് മാറിയിട്ട് ഒരു നെക്സ്റ്റ് ഒരു ലെവലിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നേടാൻ വേണ്ടിയിട്ട് ആരൊക്കെ വരുന്നു. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. കാരണം നമ്മളെ ലൈഫിൽ നമുക്കൊരു സംഗതി ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു സംഗതി നമുക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഇതാണ്. അറിയുന്ന സംഗതി ചെയ്യാന്നുള്ളത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഓരോരുത്തർക്കും ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. സോ ഐ എം വെയിറ്റിംഗ് ആർക്കൊക്കെ ഇനി റിസൾട്ട് ഉണ്ടാവണം, ആർക്കൊക്കെ ഇനി വരുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ക്യൂരിയോസിറ്റിയോടെ ഞാനുള്ളത്. അതിനോട് ഇന്ന് ഞാൻ കണ്ട ഓരോരുത്തരും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡയമണ്ട് മൈൻഡിലും കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയിൽ ജസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം നമ്മളെ ടൈം ആയിട്ടുണ്ട്, 9:30 ആവുകയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും നമ്മളെ ഫീഡ്ബാക്സോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നത്തെ സെഷനിലോ, ഓർ ഡയമണ്ട് മൈൻഡിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മളെ മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും, അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവട്ടോ. ആർക്കെങ്കിലും ഫീഡ്ബാക്സ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. ശാബ്ദാറുണ്ടോ? ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഞാനൊന്ന് എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. അസ്സലാമലൈക്കും. സാർ, നമ്മളെ ഇതില് മുസ്തഫാക്ക, അതുപോലെ തന്നെ ഷെരീബ്രോ, റക്കിയ മാം, അവരൊക്കെ എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു 4 മാസത്തോളമായിട്ട് ഞാൻ വളരെ അടുത്ത ആളുകളാണ്. ഒരുപാട് കഴിവുകളും വലിയ വലിയ ഒരുപാട് എന്താ പറയാ മോട്ടിവേഷനൊക്കെ നമുക്ക് തരുന്ന ആളുകളാണ് ഈ മുസ്തഫാക്ക. അതുപോലെ തന്നെ ഷെരീബ്രോ ഒക്കെ എന്താ കഥന്റെ ഉസ്താദാണ്. നല്ല നേരത്തെ ഒരു കഥ പറഞ്ഞല്ലോ സാർ, ആ ഡയമണ്ടിന്റെ. അതുപോലെ ഒരു കഥ പറഞ്ഞിരുന്നു വേറൊരു സെക്ഷനില്. എന്റെ ഓർമ്മ വരുന്നുണ്ട്. എന്തിനൊക്കെ അതിന്റെ ഒരു വീട് തകർന്ന് എല്ലാരും ഗ്രൂപ്പിൽ ഒന്നടങ്കം എല്ലാരും പാടെ കൈയടിച്ചൊരു കഥയായിരുന്നു. അതുപോലെ മുസ്തഫാക്കനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ കൈ പൊന്തിച്ചത്. മുസ്തഫാക്ക സലാം പറയ്. അതാണ് മുസ്തഫാക്ക. മുസ്തഫാക്ക 2 വാക്ക് ഈ ഇതിൽ സംസാരിക്കണം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അസ്സലാമലൈക്കും. ഞാൻ മുസ്തഫ നാട്ടിക. അതിലിങ്ങനെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറയുമ്പോ പിന്നെ എനിക്ക് എല്ലാം അനുഭവത്തിലായതുകൊണ്ട് എനിക്ക് അനുഭവത്തിൽ ഞാൻ കാണുന്നതും ശിഹാബ് സാറിനെ ഞാൻ ഇപ്പൊ ഒരു 4 മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ മാറ്റങ്ങളും എല്ലാം എനിക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും പറയാനില്ല, ഈ സമയക്കുറവുകൊണ്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു തുടക്കാണ്, തുടക്കക്കാർക്ക് നല്ലൊരു തുടക്കാണ്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ല നമ്മുടെ മൈൻഡിന് ഒരു മൈൻഡ് സെറ്റ് വരുത്താൻ നല്ല ഉതകുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഈ വാക്കുകളിലൂടെ. പിന്നെ നമ്മുടെ കുറച്ച് എന്ത് കാര്യവും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലാണ് അത് വിജയത്തിലെത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിന് കഴിയും. അതാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. മുസ്തഫാക്ക പറഞ്ഞത്, മുസ്തഫാക്ക ഇതുപോലെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ശരി, എന്റെ പഴയ ഓർമ്മകൾ നമ്മളെ 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഓർമ്മകൾ, എന്നെ മറന്നുപോയ സംഭവങ്ങളൊക്കെ ഈ മൈൻഡ് സെക്ഷനിൽ കയറിയ ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്ന്. എങ്ങനെയെന്ന് പറയാൻ അവർ നേരിൽ കാണുന്ന പോലെ, നേരിൽ കാണുന്ന അതേ തിരി. കാരണം ഈയിടെയായിട്ട് നമ്മുടെ സാറിന്റെ സെക്ഷനിൽ എന്നോട്
ഒരു പഴയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങാനുള്ള കാരണം എന്നുള്ളത്. അന്ന് ഇതിൽ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരാൻ എൻ്റെ മൈൻഡിൽ വരാൻ കാരണം ഞാൻ മറന്നുപോയ സംഭവമാണ്. അത് ഞാൻ രണ്ടാമത് പറയുന്നില്ല ഇതിൽ, കാരണം മുസ്തഫാക്ക് ഇത് റുക്യാമേമ്പരിക്കൊക്കെ അറിയാൻ മതിയോ. എൻ്റെ ഒരു പഴയ ചരിത്രം കഥകൾ ചെറിയ ഒരു 10 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്, 10-8 മിനിറ്റ് ഉള്ള. പക്ഷെ വല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഈ സെക്ഷനിൽ വന്നതിന് ശേഷമാണ് അത് പറയാൻ പറ്റിയത്. പൊണ്ടാട്ടി കോഫി ആയിട്ട് വന്നിട്ടുണ്ട് കുറെ നേരം ഇരുന്നോണ്ട്. ശരി ബൈ. ശരി ബ്രോ, 2 വാക്ക് പറയണം. അസ്സലാമു അലൈക്കും. ഞാൻ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. അബുദാബിയാണ് ജോലി ചെയ്യുന്നത്. നാട്ടില് മലപ്പുറത്താണ് വീട്. അപ്പൊ ഞാന് മുസ്തഫാക്കയോടൊപ്പം ഇത് ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നോട് പറഞ്ഞത്. മുസ്തഫാക്കനോട് ആരോ പറഞ്ഞു എന്ന് അറിയില്ല. അപ്പൊ വന്നപ്പോഴാണ് ഷിയാബ് ഭായിനെയും റുക്കിയ മാമിനെയും കണ്ടു. റുക്കിയ മാം ഇപ്പൊ അപ്പുറത്ത് ഇപ്പൊ കാണാറില്ല. നമുക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇതേപോലെ. അപ്പൊ അവിടെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ റംസാനായപ്പോ പിന്നെ അവരെ കാണാൻ ആയി. അപ്പൊ ഇവിടെ ഇപ്പൊ എനിക്ക് മനസ്സിലാണ് ഇതിൽ കുറച്ചുകൂടെ ആത്മീയമായിട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് തോന്നുന്നു ഈ ഇതില്. ആ ഒരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കേൾക്കുന്നത് നമ്മളെ ഈ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണം, പേടി ഒഴിവാക്കണം, നമ്മുടെ ദേഷ്യം, നമ്മളെ ഇമോഷൻസിൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പഠിക്കണം. അവിടെയാണ് നമ്മളെ ഇത്. അപ്പൊ ഇൻഷാല്ലാ നോക്കട്ടെ, ഇത് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഷിയാബ്രോനൊക്കെ ചോദിച്ചു നോക്കട്ടെ ഇതിനെ പറ്റി. അതിനനുസരിച്ച് ഇപ്പൊ നെക്സ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞത്, ബാച്ച് എന്ന് പറയുമ്പോ അതെങ്ങനെയാണാവോ? ഒരു കോഴ്സ് ഡ്യൂറേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഓക്കെ, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ പോലെ നമ്മളെ പേടി, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്ത, ഇതൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കണം. സാർ പറഞ്ഞ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇത് എങ്ങനെ പഠിക്കണം. എല്ലാവരും പറയും അധികം ദേഷ്യം പിടിക്കരുത്, നല്ലതല്ല, വാശി പിടിക്കരുത്, നല്ലതല്ല, നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, നല്ലതല്ല. ഇതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഡയമണ്ട് മൈൻഡിൽ ഈ വരുന്ന 100 ഡേയ്സ് ടാസ്കിൽ നമ്മളെ ഓരോ പാർട്ടിസിപ്പേഷനും കൊണ്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചെയ്യിപ്പിക്കും. ഇതാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. പിന്നെ ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്ലി 1 ബാച്ച് അല്ലെങ്കിൽ 2 ബാച്ച് ആയിട്ടാണ് ചെയ്യാറുള്ളത്. ഓരോ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റിലെ 5 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ സൂമിലായിരിക്കും സെഷൻ ഉണ്ടാവും. സൂമിൽ 1 hour വെച്ചിട്ട് സൂമിൽ എന്തുണ്ടാവും, സെഷൻ ഉണ്ടാവും ഫസ്റ്റിലെ 5 ഡേയ്സ്. പിന്നെ നമുക്ക് വീക്ക്ലി, ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പം ഇന്ന് ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച നമ്മളെ ക്ലാസ് കഴിയുകയാണ്. 5 ദിവസത്തെ ലൈവ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷൻ 5ാമത്തെ ദിവസം ഞായറാഴ്ച കഴിഞ്ഞു. അടുത്ത ഞായറാഴ്ച എന്തുണ്ടാവും, എഗെയിൻ ഒരു ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച എഗെയിൻ അങ്ങനെ 5 ക്ലാസ്സും കൂടി എന്തുണ്ടാവും, നമുക്കുണ്ടാവും. അപ്പൊ ഈ ഒരു വീക്കിലിയുള്ള ഒരു കണക്ഷൻ വരുമ്പോൾ നമ്മൾ പറയുന്നില്ലേ മോട്ടിവേഷൻ അല്ല എന്നുള്ളത്. നമ്മൾ എടുക്കുന്ന സംഗതിയിൽ നിന്ന് വീണ്ടും നമ്മളെ മൈൻഡിന്റെ പ്രത്യേകത ആ പഴയ കംഫർട്ട് സോണിലേക്ക് വീണ്ടും നമ്മൾ പോകും. രാവിലെ 8 മണിക്ക് 9 മണിക്ക് എണീക്കണ ഒരാൾ ആഗ്രഹിക്കുകയാണ് 5 മണിക്ക് എണീക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, 5 മണിക്ക് എണീറ്റു, 2ാമത്തെ ദിവസം എണീറ്റു, 3ാമത്തെ ദിവസം എണീറ്റു, പിന്നെ നല്ല മഴ പെയ്തപ്പോൾ ഒരു ദിവസം കിടന്നുറങ്ങി. അപ്പൊ 4ാമത്തെ ദിവസം പിന്നെ എണീക്കുമ്പോൾ എന്ത് ചെയ്യും, അന്നിപ്പോ ബ്രേക്ക് ആയില്ല, നമുക്ക് ഇന്നും കൂടി പറഞ്ഞാൽ ആ ഒരു പഴയ പാറ്റേണിലേക്ക് പോകാൻ, മൈൻഡ് എപ്പോഴും കംഫർട്ട് സോണിലേക്ക് പോകാൻ ഇങ്ങനെ നമ്മളെങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കും. എന്നാൽ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വീക്കിലി ഒരു റിട്രോ ആക്റ്റീവ് സെഷൻ എന്നുള്ള മോഡിലും ആൻഡ് ഓൾസോ നമ്മൾ വാട്സപ്പിലെ ഡെയിലി ഫോളോ അപ്പും പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മന്ത്ലി ഇതുപോലെ ഒരു മീറ്റപ്പും, ഇത് നമ്മൾ ഔട്ട്സൈഡിൽ നിന്നുള്ള ആളുകൾക്കും കൂടി ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ മന്ത്ലി ഒരു മീറ്റപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എഗെയിൻ നമ്മളെ മൈൻഡിനെ കുറിച്ചിട്ടും തോട്ട്സിനെ കുറിച്ചിട്ടും ലൈഫും നമ്മളെ ഹെൽത്തും സ്പിരിച്വാലിറ്റിയും ഒക്കെ എന്ത് ചെയ്യും, നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. ഈ ഒരു മോഡലാണ് നമ്മളിപ്പോൾ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റലോഗ് ഉണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യാം, സാറിന് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ അതിലൊന്നും കൂടി ക്ലാരിറ്റി ഉണ്ടാവും എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, റുക്കിയ മാമിന്റെ ഫീഡ്ബാക്ക് കേട്ട കറക്റ്റ് സമയത്താണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഒരു 15 മിനിറ്റ് വൈകി ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തൊക്കെയാന്നുണ്ട്, ഇത് റെക്കോർഡിംഗ് ഉണ്ടോ സംഭവം? റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡിംഗ്സ് അതൊക്കെ ഞാൻ റുക്കിയ അവർ നടന്നുകൊടുക്കുന്ന സമയത്താണ് ഞാൻ 15 മിനിറ്റ് ലേറ്റ് ആയി പോയി എത്തിയപ്പോ. കാരണം നമ്മൾ റുക്കിയ മാം ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താ പറയാ അതെ. എന്റെ വീഡിയോസ് കണ്ടപ്പോ എന്നോട് ചോദിച്ചു, നമ്പർ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മുസ്തഫാക്ക എന്ന വ്യക്തി ഈ ഇടയായിട്ട് എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഞങ്ങൾ സാറിന്റെ ഇതിൽ, അതായത് നമുക്ക് എന്താ പറയാ, മനസ്സിന്റെ ഒരു ശക്തി ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ നീ പോടാ, നീ പോയി സംസാരിക്കാറുന്ന ഒരു വാക്കുണ്ടാവല്ലോ, ഒരു നേതൃത്വം തരാന്.
ഒരു പ്രത്യേക ശക്തിയുള്ള മനുഷ്യനാണ് നമ്മളെ മുസ്തഫാക്ക എന്ന് പറഞ്ഞത്. അവ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട അടുത്തറിയുന്നവർക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തിനും ഒരു ധൈര്യം തരുന്നൊരു പ്രത്യേക ഈയിടെയായിട്ട് കുറച്ചായിട്ട് വിഷമത്തിലായിരുന്നു, പെങ്ങളെ മരണം ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചായിട്ട് ഇങ്ങനെ മാറിക്കുന്നുണ്ട്. അതിൽ എന്നും രാവിലെ തുടർച്ചയായിട്ട് അലാറം വെക്കാതെ എണീക്കാൻ കഴിയുന്ന ഒരു വലിയ സൗകര്യം. ഞാനിപ്പോ 4:30 മണിക്ക് എണീക്കും, അതിൻ്റെതായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇന്ന് പറഞ്ഞില്ലേ നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ഞാൻ പണ്ട് ചെയ്തു പോകുന്ന കുറെ കാര്യങ്ങൾ ഈ ഇതിലെത്തിയതിനു ശേഷമാണ് എനിക്ക് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളതോ നമ്മൾ ചെറിയ ഒരു ലിസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇന്നിപ്പോ ഇതിനുമായിട്ട് കാണിക്കാൻ പറ്റിയല്ല, എപ്പോഴും കയ്യിലുണ്ടാകുന്നതാണ്. പക്ഷെ ഇതുപോലെ നമ്മൾ ഒരു ടൈം ടേബിൾ ആയിട്ട് കൊണ്ടുപോവാണെങ്കിൽ നമ്മളെ ടൈമിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ഈ പ്രോഗ്രാം ഒരു വർഷത്തോളം എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിലും ഇതിന് മുന്നേ ഞാൻ കൊണ്ടുപോകുന്നതാണ്. കാരണം എനിക്ക് എൻ്റെതായിട്ട് ഡ്രീം വെച്ച് പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു ഫോർമുലയും കൂടെ അടുത്ത് കിട്ടിയപ്പം കുറച്ചുകൂടെ എളുപ്പത്തിലായി. എത്രമാത്രം ചെയ്തിട്ടുള്ളൂ. കാരണം പിന്നെ ഇതിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് എളുപ്പത്തിലേക്ക് മാറാൻ സാധിച്ചു. കാരണം ഒരുപാട് എന്താ പറയാ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. എളുപ്പത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റുള്ളവർക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഈ മൈൻഡിനെ നമുക്ക് സെറ്റാക്കാൻ പറ്റി. കാരണം ആദ്യം അറിവ് നമുക്കറിയാം, പക്ഷെ എങ്ങനെ പറയണം, ആരോട് എങ്ങനെ പറയണം, എവിടെ തുടക്കം ഒരു ഉള്ളിലുണ്ട്, പുറത്തേക്ക് ചാടാൻ പറ്റുന്നില്ല. ഞാൻ ഇതായിട്ട് മുസ്താഖ് വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഫസ്റ്റിൽ എങ്ങനെ രണ്ടാമത് ഇപ്പം വീഡിയോ ഇടുന്ന സമയത്ത് അവരെന്നെ ഇപ്പം മിനിയാന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ മുസ്താഖ് പ്രത്യേകം പറഞ്ഞ് ഒരുപാട് കമന്റ് ആ വീഡിയോ കിട്ടി. അത് കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്തായാലും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാല് ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെ അത് നമ്മൾ അതിലേക്ക് എത്തിപ്പെടും. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അതിലേക്ക് നമ്മൾ എത്തിപ്പെടും. അത്രമാത്രം. തീർച്ചയായിട്ടും. അതെ. അപ്പൊ ഷിഹാബ് സാർ പറഞ്ഞ പോലെ ഓൾറെഡി ചെയ്യുന്ന ഒരുപാട് സംഗതികൾ അതിലുണ്ട്. എന്നാൽ അതിന്റെ കൂട്ടത്തിലേക്ക് ഒരു സംഗതി കൂടി ആഡ് ഓൺ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഒന്നുകൂടി പവർ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഓടിക്കുന്ന ഒരു ബൈക്ക്. ഓക്കെ, ഈ ബൈക്കിന് എന്തില്ല, പെട്രോൾ ഇല്ല. പെട്രോൾ ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തള്ളിക്കൊണ്ടുപോകാം. ഇറ്റ്സ് എ പോസിബിലിറ്റി. ആ തള്ളിക്കൊണ്ടു പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് പെട്രോളും കൂടി ഒഴിച്ചാൽ എന്ത് ചെയ്യും, ഒന്നുകൂടി സ്മൂത്തർ ആയിട്ട്, ഒന്നുകൂടി ഫാസ്റ്റർ ആയിട്ട്, ഒന്നുകൂടി ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പെട്രോൾ എന്നുള്ള ഒരു മോഡലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കാം. അതാണ് നമ്മളെ മൈൻഡും കൂടി അതിലേക്ക് ഇംബിൽഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ആ ഒരു മൈൻഡിന്റെ ആ ഒരു പവറും കൂടി. ദാറ്റ്സ് വൈ നമ്മൾ പറയും നമ്മൾ മൈൻഡ് പവർ ആണ് പഠിപ്പിക്കുന്നത്. ഈ മൈൻഡ് പവറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്സോ അതോ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും നമ്മുടെ മൈൻഡിന്റെ ശക്തി അറിയണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമില്, കാരണം ഈയിടെയായിട്ട് ഒരു വർഷം മുന്നേ ഞാൻ 3 വർഷം മുന്നേ ഞാൻ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടപ്പെട്ടൊരു വണ്ടി സ്വന്തമാക്കണം എന്നുള്ളത്. പക്ഷെ ആ ടൈം എത്തിയ സമയത്ത് എൻ്റെ കയ്യിൽ കാശില്ല. എങ്കിലും ആ സമയമായപ്പം അതിൻ്റെതായ ഒരു രൂപത്തിൽ എൻ്റെ കയ്യിൽ ക്യാഷ് എത്തി. ബാങ്കിലൊന്നും ക്യാഷ് എടുക്കാത്ത പോലെ അന്ന് ഫസ്റ്റിൽ ഞാൻ ആകെ ഫോൺ ചെയ്ത് ചോദിച്ചൊരു വ്യക്തി NGM-നോടാണ്. അന്ന് ഒരു വർഷം മുന്നെയാണ്. സാറിന് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. കാരണം ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യണത്. കാരണം വേറെ എങ്ങനത്തെ ആളുകൾ ചോദിക്കാൻ എന്ത് ചെയ്യാറോ, 2 മൈൻഡാണ് നമുക്ക്, മാറ്റി ചിന്തിക്കും. പിന്നെ അവന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷെ അതിനുശേഷം ക്ലിയർ ആയും ചെയ്ത്. അപ്പൊ നമ്മൾ മൈൻഡ് ശരിക്കും യൂസ് ചെയ്യുകയാണെങ്കിൽ പവർഫുൾ ആണ് ഈ ക്ലാസ്, ഈ സെക്ഷന് എനിക്ക് പറയാനുള്ളത്. ഷിയാബായി ഇതില് എത്രയായി? 1 വർഷം കഴിഞ്ഞോ? ഞാൻ 1 വർഷമായിട്ടുണ്ട്. 1 വർഷമായിട്ടുണ്ട്. ഷിഹാബ് 1 സാർ വർഷമായിട്ടുണ്ടെങ്കിലും നമ്മള് സ്ഥിരമായിട്ട് നമ്മളിപ്പം അവസാന സെക്ഷനൊന്നുമില്ല. അതായത് അവരമ്മക്ക് ഇതിൻ്റെതായിട്ട് സംഭവങ്ങൾ തരും, അത് നമ്മൾ യൂസ് ചെയ്യാൻ പറഞ്ഞില്ല. ഇന്ന് രാവിലെ ഇപ്പം ഒരു ഉദാഹരണം പറയാം. 4:30 മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങി. അപ്പം വൈഫും പോകുന്നു. അപ്പൊ അവരൊക്കെ ഞങ്ങൾ ഒരു അരമണിക്കൂർ നടന്നു. പിന്നെ എനിക്ക് നിന്റെ സെക്ഷൻ ഞാൻ പുറത്ത് പോയിട്ട് ചെയ്യല്. അപ്പൊ ഈ മെഡിറ്റേഷൻ കാര്യം ചെയ്യാണ്ടാകുമ്പോൾ ഒരു 20 മിനിറ്റ് ഞാൻ മാറുന്നു, ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. കാരണം ഇത് ഒരാളിലേക്ക് പറഞ്ഞിട്ട് അവരെ ഇനി മക്കളായാലും പാടില്ല, ബാക്കിയുള്ള സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാണോ? സ്ട്രഗിൾ നമ്മൾ തയ്യാറാവണം. അതായത് എന്താ പറയാ, ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. എന്തൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അത് ചെയ്യാൻ നമുക്ക് വിജയം ഉറപ്പാന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ നല്ല സുഖമുള്ള, അത് നമുക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ നീക്കുകയാണ്. എല്ലാവരും ഒരുപാട് അവിടെ എന്താ പറയാ ഓരോ പരിപാടിയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ നാട്ടിൽ ഇപ്പൊ എന്റെ പെങ്ങളും പോലുണ്ട് അവിടെ ആൾക്കാർ എന്നെ കുറിച്ച്. കാരണം എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവരെന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൽക്കാരനെ തീരുമാനം എടുക്കാൻ കഴിയുന്നുള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തണം തന്നെ എന്ത് ചെയ്യണം, കുറേ എല്ലാവരും കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുന്നില്ല, എല്ലാ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നില്ല. തുടർച്ചയായിട്ട് ഒരുപാട് പ്രയാസങ്ങളോടെ നമ്മൾ ജീവിച്ചു പോകുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് അൽഹംദുലില്ലാ വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്.
റിസ്ക് എടുക്കാൻ തയ്യാറാകുക എന്നുള്ള ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് നമ്മളെ വളർത്താനുള്ളതാണ്. വളർത്തുക ഒരു പ്രശ്നമില്ലാതെ നിൽക്കില്ലല്ലോ. കാരണം ഒരു ബിസിനസ് ആകുമ്പോൾ കച്ചവടമാകുമ്പോൾ ചെറിയ പരിപാടി ആയാലും വലുതായാലും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ നേരത്തെ സാറ് പറഞ്ഞ അതിൽ മാനേജ് ചെയ്യാനുള്ള കഴിവ് അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അത് എല്ലാവർക്കും കിട്ടും, പക്ഷെ തയ്യാറാവണം. സ്ട്രഗിൾ എടുക്കാൻ തയ്യാറാണ്. ചിലപ്പോൾ വർക്ക് ഒഴിവാക്കേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്രശ്നങ്ങളാണ് നമ്മളെ വളർത്തുന്നത് എന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. പക്ഷെ ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ സാറ് പറഞ്ഞല്ലോ നമുക്ക് എനിക്കൊരു പ്രശ്നമില്ലാന്ന്. അവരാണ് ഫസ്റ്റ് ഈ ക്ലാസ് ചേരേണ്ടത്. പക്ഷെ എനിക്കതുപോലെ തന്നെ ആദ്യം അറിയില്ലേനി. പക്ഷെ ഇന്റേതായിട്ടുള്ള രീതി തന്നെയാണ് പോയത്. കാരണം എനിക്ക് ഇന്റേതായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാനിലൂടെ തന്നെ ഞാൻ പോയിരുന്നത്. പക്ഷെ അത് എളുപ്പത്തിൽ ഇപ്പൊ ആവുന്നത് എന്താ ചെയ്യാല്, ഇപ്പൊ ഇന്റേതായിട്ട് തീരുമാനങ്ങൾ ഞാൻ ഇപ്പം ഇന്നിപ്പോ ഒരു മീറ്റിംഗ് കഴിഞ്ഞു. അതുപോലെ തന്നെ മിനിയാന്ന് വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സൗദിയിലെ 4 ക്യാഷർ കടയിലെ 4 സൗദികളും പിന്നെ മാനേജർ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളത്. അപ്പൊ ഞാനൊരു തീരുമാനം പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെ അപ്രിഷിയേറ്റ് ചെയ്തു. കാരണം എന്താണ്, അത് എടുക്കാനുള്ള കഴിവ് നമ്മളെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. കാരണം ഒരു പ്രശ്നം ഒരാൾ കടയിൽ നിന്ന് പോയി വിചാരിച്ചിട്ടോ അവിടെ കൈകാലം പോയി നമ്മൾ തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിന്റെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, തീരുമാനം എടുക്കാനുള്ള കഴിവ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് സാധാ ഇതിലേക്ക് വരൂല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം വെച്ചാല് ഒരു 1.5 കൊല്ലം അല്ലെങ്കിൽ ഈ 1.5 കൊല്ലത്തിന് ശേഷമാണ്, 1 കൊല്ലത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ഇപ്പൊ ഈയിടെയായിട്ട് മുസ്താഖ് അറിയാൻ പറ്റും. ഞാൻ സാറിനോട് ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചല്ലോ. സാർക്ക് ഓർമ്മ ഉണ്ടോ? അതെ അതെ. അതെ അതെ അത് ഒരു തീർച്ചയായും. ഒരു ഒരു ആ ഒരു ഒരു 2 മിനിറ്റ് വാക്ക് ഒരു വ്യക്തിന്റെ വാക്കാണ് എത്രത്തോളം എനിക്ക് ആയത്തില് കിട്ടിയെന്നറിയോ. വല്ലാത്തൊരു ധൈര്യം കിട്ടിപ്പോയി ഒരു വിഷയത്തിൽ. ഓക്കെ, ഏതായാലും തീർച്ചയായും. ഇന്നത്തെ സെക്ഷന് വളരെ ഉഷാറായിരുന്നു. ഇനി ബാക്കി ഫീഡ്ബാക്ക് ഇൻഷാല്ലാ വീഡിയോ ആയിട്ട് വരാം. അല്ല ഷിയാബായി, ഇപ്പൊ ഈ സൂം മീറ്റിങ്ങിലേ ഇപ്പൊ ആകെ 11 ആ പേരുള്ളില് ഞാനും മുസ്തഫാക്കിയേ ഉള്ളൂ ഇപ്പൊ പുതിയ ആൾക്കാര്. ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഇത് വരുന്ന പറഞ്ഞാല് ഇതിൽ ഒരുപാട് പേരുണ്ടാവും. അവനത് കഴിഞ്ഞാൽ പിന്നെ ഈ സെക്ഷനിൽ ഞാനിപ്പോ ഇതേ കുറെ ആയിട്ട് വന്നിട്ടില്ല. ഇതില്. പക്ഷെ ഇവർ തരുന്ന ടൂൾസ് നമ്മൾ ഉപയോഗിക്കുക, അതിനെ ഇതിൽ പോവാ, അത്രേ ഉള്ളൂ. സാറ് പറഞ്ഞത് അതല്ല ഞാൻ ഇതിനെ ചോദിച്ചത്. കുറിച്ചിട്ട്. ഞാൻ ചോദിച്ചു ഇന്നത്തെ ഈ ആ മീറ്റിംഗ് അല്ല അതെ. സ്ഥിരം. ആ ഇല്ല, ഞാൻ ഇവരൊന്നും അറിയില്ല. ഇതില് നമ്മളിതിലുള്ള ആൾക്കാർ അറിയുന്നല്ലാണ്ട് പിന്നെ ഒരാളൂടെ അറിയുള്ളൂ. ഹലോ, ആ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി കയറിയതാണോ? ആരെ? ഞാനോ? ആ അല്ലല്ല, അല്ല ഈ സെക്ഷനിൽ അല്ല ഇതേപോലെ ഗ്രൂപ്പിൽ അറിയിക്കുന്നുണ്ടല്ലോ. നമ്മളെ മെയിൻ ഗ്രൂപ്പില് MGMന്റെ ഇതിൽ അറിയിക്കുന്നുണ്ടല്ലോ. സമയം കിട്ടാറില്ല ചെയ്യാന്. ഞാൻ ഒരു വർഷമായില്ലേ ഇതില്. ഇപ്പൊ 6 ഇത് കഴിഞ്ഞെന്നല്ല പറഞ്ഞവര്. ഞാൻ ചോദിച്ചത് ഈ മീറ്റിംഗ് പുതിയ ആളുകൾക്ക് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കാനുള്ളൊരു മീറ്റിംഗ് അതിനു വേണ്ടിട്ട് വന്ന അതിനു വേണ്ടില്ലേ MGM പറയാം. അതെ, ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ മെയിൻലി ഉദ്ദേശിച്ചത് നമ്മളെ ഡയമണ്ട് മൈൻഡ് ഇതുവരെ അറ്റൻഡ് ചെയ്തുള്ള ആളുകൾ പ്ലസ് ഇനി ഡയമണ്ട് മൈൻഡ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം കറന്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചും കൂടി ആളുകളുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് സാറ്റർഡേ അന്ന് ജോയിൻ ചെയ്യാൻ കയറുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് മാരേജ് ഉണ്ട്, പിന്നെ എന്താ പറയാ ഇന്ന പരിപാടി ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ചില ആളുകളൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പം മെയിൻലി നമ്മൾ ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഡയമണ്ട് മൈൻഡ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളും പ്ലസ് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇതിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻട്രോ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ആ രീതിയിലുള്ള ആളുകളാണ് എത്തിയിട്ടുള്ളത്. പിന്നെ ഷിയാബ് സാർ പറഞ്ഞൊരു സംഗതിയിൽ ഞാൻ ജസ്റ്റ് ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാല് ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ ടൈം നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളെ എക്സസൈസ് ചെയ്യുന്നു നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ റിലേഷൻഷിപ്പിൽ നല്ല ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗ്രോത്ത് ഉണ്ടാക്കുന്നു. ഇതുപോലെ തന്നെ നമ്മളെ മൈൻഡിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊന്നാണ് മണി എന്നുള്ളത്, ക്യാഷ്. ചില ഏരിയാസിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്, നമ്മൾ വാങ്ങുന്ന എനർജിക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് എന്തായിരിക്കും, മണി എന്നുള്ളതായിരിക്കും. പക്ഷെ ഈ ടൈമും മണിയും അതുപോലെ തന്നെ ഹെൽത്തും ഒക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാവാതെ നമ്മളെ ഫിയർ ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സംഭവമാണ് ഇറ്റ്സ് ഡൗട്ട് എന്നുള്ളത്. റൂമി പറയുന്നുണ്ട്, ഡൗട്ട് ആൻഡ് ഫിയർ ഡിവൈഡ്സ് ദ കിങ്ഡം ഓഫ് ഹാർട്ട്. നമ്മളെ ഹൃദയത്തിന് തകർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്, ഡൗട്ടും ഫിയറും. ഒരു ഹസ്ബൻഡും വൈഫും ബന്ധം തകർക്കണേ കുറച്ച് പേടിയും കുറച്ച് ഡൗട്ടും കുറച്ച് സംശയം ഇട്ടെടുത്താൽ മതി, അതാകെ തകർന്ന് പാളിസായിക്കോളും. ഇപ്പം ഈ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ചെറിയൊരു സംശയമോ ചെറിയൊരു ഇതോ വന്നാൽ എന്ത് ചെയ്യും, അത് ആകെ തകരുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മളുള്ളിൽ വലിയ തകർച്ച നടത്താൻ
ഇതിപ്പോ ചെയ്യണോ, അല്ലെങ്കിൽ ഇതിപ്പം ചെയ്താൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ എന്താ തട്ടിപ്പാണോ വെട്ടിപ്പാണോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ആളുകൾക്കൊക്കെ കയറിയിട്ട് എന്താണ് ഡയമണ്ട് മൈൻഡ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡയമണ്ട് മൈൻഡിന്റെ ഫ്രീ മാസ്റ്റർ ക്ലാസ് ആക്കിയിട്ട് മാറ്റിയത്. ഇതുവരെ മീറ്റപ്പ് ആണ്. മെയിൻലി നെക്സ്റ്റ് മന്ത് മുതൽ ഡയമണ്ട് മൈൻഡ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഫ്രീ മാസ്റ്റർ ക്ലാസ് നമ്മൾ വേറെ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പം അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ല, ഓൾറെഡി ഇവർ പഠിച്ചു വന്നിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പൊ ഷിയാബ് സാർ പറയുന്ന മെഡിറ്റേഷൻ, അതിന്റെ നെക്സ്റ്റ് ലെവൽ മെഡിറ്റേഷൻ എങ്ങനെ ഒന്നും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന അഫർമേഷൻസ് എങ്ങനെ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അഫർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ജേർണലിംഗ് എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ സെഗ്മെന്റ്സിലേക്ക് നമുക്ക് നമ്മളെ ജേർണലിംഗ് യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് പോകും. ഇതാണ് നമ്മൾ മെയിൻലി നമ്മൾ ഈ ഒരു മീറ്റപ്പിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ആൻഡ് ഓൾസോ അവർ ഇതിങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ആ ഒരു സെഷനിൽ ക്ലിയർ ചെയ്തു. ഇതാണ് ഡയമണ്ട് മൈൻഡിന്റെ മെയിൻലി നടക്കുന്ന എന്തില് നമ്മൾ മീറ്റപ്സിൽ നടത്താറുള്ളത്. ഇന്നത്തെ നമ്മൾ ഡയമണ്ട് മൈൻഡിന്റെ മീറ്റപ്പും പ്ലസ് മാസ്റ്റർ ക്ലാസ്സും രണ്ടും പാടെ ഈ എന്താണ് മിംഗിൾ ചെയ്തിട്ടാണ് ചെയ്തതെന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ശരി സാർ, നേരത്തെ പറഞ്ഞ കറക്റ്റ് പറഞ്ഞത്. അതായത് ഇതിപ്പോ ഒരു 5 ദിവസമാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ദിവസം ഉണ്ടാവുള്ളൂ. നമ്മളെ വയസ്സാറിന്റെ മാതിരി മാസങ്ങളോളം ഡെയിലി ഉള്ള പ്രോഗ്രാം അല്ല അത്. ശരിക്കും മനസ്സിലായോ? ഞാൻ അതുപോലെ തന്നെ 5 ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവർ തന്നെ ടൂൾസ് നമ്മൾക്ക് ഇങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള അത്രോ. പിന്നെ ഇതുപോലെ നമ്മൾ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ വിടും. അപ്പൊ അങ്ങനെ ഇന്ന് കയറെന്ന് പറഞ്ഞു, ഞാൻ സമയം ഉണ്ടാക്കി, ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് കയറാന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന്, അതാണ് ഞാൻ നിങ്ങളൊന്നും ഇല്ല എനിക്ക് അറിയില്ല. സുഹാക്ക ശരിവാ കണ്ടപ്പോ ഞാൻ ഭയങ്കര സന്തോഷമായി. അതെ, ഓക്കെ. ഞാനെ കണ്ടപ്പോ അറിയില്ലല്ലോ നമ്മൾ ഇതില് വരുന്നത്. ഇതില് 6 സെക്ഷൻ അങ്ങനെ ഒരുപാട് ആളുണ്ടാവുമല്ലോ. അവരൊക്കെ എന്നെ അറിയുന്ന ആൾക്കാരെന്ന് റപ്പങ്ങള്, പിന്നെ നമ്മളെ റഫി, അങ്ങനെ കുറച്ച് ആളുകളെ മാത്രമേ അറിയുന്നുള്ളൂ. അത് വളരെ സന്തോഷം. അത് 5 സെക്ഷനാണ് ഇവർ കണ്ടിന്യൂ ആയിട്ട് തരിക. പിന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും സൂം മീറ്റിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ ലിങ്ക് വിട്ട് തരുമ്പോ നമ്മൾ കയറാം. അതായത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ മാസങ്ങളോളം അതില്ല. ആയിട്ടുള്ള 5 സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ വീക്ക്ലി 1 സെഷൻ എന്നുള്ള രീതിയിൽ 5 സെഷൻ വേറെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ മന്ത്ലി ഒരു സെഷൻ. അപ്പൊ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതിലിപ്പോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൽ ലൈഫ് ലോങ്, പിന്നെ ഇപ്പൊ സിയാബ് സാർ 1 ഇയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മെന്ററിങ് സപ്പോർട്ടാണ്. എനി ടൈം എനിവേർ നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ടീമിനെ കണക്ട് ചെയ്യാം. ഇപ്പൊ ഡയമണ്ട് മൈൻഡ് അറ്റൻഡ് ചെയ്ത് എന്റെ ഈ ഗ്രൂപ്പിലെ ഈ ഡയമണ്ട് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ പ്രശ്നങ്ങളും സമയത്തിന്റെ പ്രശ്നങ്ങളും ആയിട്ട് അതിനേക്ക് ഞാൻ തന്നെ ക്ലിയർ ആവും. അടുത്ത് ഞാൻ ഇറങ്ങും. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് മുന്നിൽ ഒരു വേറെ സെക്ഷൻ വേണമെന്നുള്ളത്. അത് അടുത്ത് സെറ്റ് ആക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ മെന്ററിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷിയാബ് സാറായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരക്ക് കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മെന്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിന് പകരം 1 to 1 ആയിട്ട് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചത് ബേസ് ആണ്. ഇപ്പം നേരത്തെ റുക്കിയ മാം പറഞ്ഞു, ഇപ്പൊ കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ് എന്നുള്ളത്. അപ്പം അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ട് ഇനിയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് യെസ്, ഇനിയും നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ പറയാറില്ല, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങളൊക്കെ നമ്മൾ അറിയാന്നുള്ളത് ഇതുവരെ നമുക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി ഒരുപാട് അറിയാനുണ്ട്. അപ്പം അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മൈൻഡിൽ നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനും അത് സ്വീകരിക്കാനുള്ള എന്തുണ്ടാവും, അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു 5 days കഴിഞ്ഞിട്ട് പിന്നെ റിട്രോ ആക്റ്റീവ് സെഷനും കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി നമ്മൾ ഒരു 1 സെഷൻ. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് ഏത് സമയത്തും ടീമിനെ കണക്ട് ചെയ്യാം. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു 1 ഇയറിനൊക്കെ ശേഷം, ഏകദേശം ഒരു 1 ഇയറിന്റെ അടുപ്പിച്ചാണ് സാറ് കണക്ട് ചെയ്തത്. ഞാനിങ്ങനെ ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്, എന്താണ് അഭിപ്രായം ചോദിച്ചിട്ട്. ആഫ്റ്റർ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1 ഇയർ, ഏകദേശം അതിന്റെ ഒരു ആനിവേഴ്സറി പോലെ കാറ് വാങ്ങിയിട്ട് 1 ഇയർ ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറ് വാങ്ങിയിട്ട് 1 ഇയർ ആയിട്ടോ ഇന്ന ദിവസമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പൊ നിങ്ങളെ ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ബെറ്റർ ആക്കാനുള്ള വേർഷനും നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. എനിക്ക് ഇന്ന ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എനി ടൈം ടീമിനെ കണക്ട് ചെയ്യാം. എനിക്ക് ഇന്ന സംഗതികളുണ്ട്, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഒരു മെന്ററിംഗ് സപ്പോർട്ട് എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതർവൈസ് വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 1.25 മണിക്കൂറായിട്ടുണ്ട്. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ, താങ്ക് യു. മാസ്റ്റർ ക്ലാസ്സിന് വന്നിട്ടുള്ള ആളുകളോടും മീറ്റപ്പിന് വന്നിട്ടുള്ള ആളുകളോടും ഞാൻ എന്ത് ചെയ്യാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാണ്, താങ്ക് യു പറയാണ്. ആൻഡ് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് നിങ്ങൾക്ക് റുക്കിയ മാം എന്ന് പറയല്ലേ? റുക്കിയ മാം ഒന്നും വേണ്ടില്ലല്ലോ.
ആ ഞാൻ കൊറേ പറഞ്ഞു ശരി പറഞ്ഞല്ലോ. ശരി ഓക്കെ ഇനിയും പറയാ ഇൻഷാല്ലാ ഇനിയും ഉണ്ടല്ലോ വേദി, അപ്പൊ പറയാം. ടൈം കുറെ ആയിരുന്നു. ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു. എനിവേ എന്ത് ചെയ്യാണ്, മീറ്റിംഗ് എൻഡ് ചെയ്യാണ്. ജോയിൻ ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി എന്ത് ചെയ്യാണ്, നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു.